സുഹൃത്തുക്കളെ, ആരെങ്കിലും ലൈവിൽ വരികയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഫേസ്ബുക്ക് ഈ ഒരു മാസം കൂടി തുറന്നിട്ട് പിന്നീട് യൂട്യൂബിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. കാരണം ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോസ് ഇപ്പം ഞാൻ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മാറ്റം വരുത്തണമെന്ന് കരുതുന്നു. ഡയറക്റ്റ് യൂട്യൂബുമായിട്ടുള്ള ലിങ്കാണ് ഏറ്റവും നന്നാകുക എന്ന് കരുതുന്നത്. കാരണം ഫേസ്ബുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ പോകുന്ന സാധനമല്ല. തലക്കെട്ടിൽ ഞാൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആശ്രയം എന്നുള്ള പുക വരുന്നുണ്ട്. ഞാൻ അത്യാവശ്യം സ്പോർട്സ് വിളിക്കുന്ന ആളാണ്. അപ്പോൾ ആകെ രണ്ടുപേരെ വന്നിട്ടുള്ള ലൈവിൽ. രണ്ടുപേരെ വെച്ചിട്ട് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കൂടുതൽ ആരെങ്കിലും വരുമോ എന്നുള്ളത് നോക്കാം. വന്നിട്ടുള്ള സഹോദരങ്ങൾ അവരുടെ പേരോ വിവരങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കൊന്ന് സൗകര്യമായിരുന്നു. രണ്ടുപേരെ കാണാനുണ്ട്, അവിടെ 5 പേരെ കാണാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊന്നൊരു ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് രസമായിട്ട് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ 7 പേരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു ഹായ് കീ കൂ അല്ലെങ്കിൽ തെറി വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് ഓഡിയബിളാണ്, കേൾക്കാൻ കഴിയുന്നു എന്നുള്ള രീതിയിൽ ഉള്ളൂർ വിപിൻ ഒരു കമൻറ്റ് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 8 പേരുണ്ട്. ഇപ്പോൾ മൊത്തം 9 പേരുണ്ട്. അവരൊന്ന് റെസ്പോൺസ് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചർച്ച ആരംഭിക്കാമായിരുന്നു വിഷയത്തിൽ. കേൾക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഈ വിഷയം മാറ്റി വെക്കാം എന്നും കരുതുന്നു. ഞാനിപ്പോൾ ഫ്രീ ആണ്. കാരണം വളരെ സീരിയസ് ആയിട്ട് ഇതുവരെ ഗുജറാത്ത് കലാപത്തിൻ്റെ ആരും കാണാത്ത ചില ഏടുകൾ, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച്, അതിലേക്ക് നയിച്ച വഴികൾ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്ന് തന്നെ കരുതുന്നു. വിശദമായി സംസാരിക്കുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് കരുതുന്നത്. അനിൽ ഉണ്ണി എന്നീ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ യൂട്യൂബിൽ കേൾക്കുന്ന ആൾക്കാർക്ക് ഇതുമാതിരി ബോറടിക്കും. കാരണം വെച്ചാൽ അവരെ ഫസ്റ്റ് 2 മിനിറ്റ് ഇങ്ങനെ പോകും. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുക, നന്നായിരിക്കും എന്ന് എനിക്ക് കരുതണം. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. ലൈവിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യട്ടെ. നിങ്ങൾ ആരെങ്കിലും ബാക്കിയുള്ളവരാരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? ഓക്കെ. 2002 ഗുജറാത്ത് കലാപം ഉണ്ടാവുന്നത്. നമ്മൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഒരുപാട് കെട്ടുകഥകൾ കേട്ട് വളർന്ന സമൂഹമാണ് മലയാളികൾ എന്ന് പറയുന്നത്. കാരണം ഗർഭസ്ഥ ശിശുവിനെ ശൂലം കുത്തി പുറത്തേക്കെടുത്തു. അങ്ങനെ കേസ് ഇതുവരെ ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ശൂലം കുത്തി പുറത്തേക്കെടുത്തു എന്നാണ് അങ്ങനെ കേസ്. നരേന്ദ്രമോദി കുത്തിയെടുത്തു എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 2002 ഗുജറാത്ത് കലാപം ഉണ്ടാവുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്ര കലാപമായിരുന്നു. ഗുജറാത്ത് കലാപം, ബോംബെ കലാപത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ടീം ഡി കമ്പനി അവിടെ വർഗീയ കലാപം ഉണ്ടാക്കുകയും ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്ത സമയത്താണ് നന്നായി ഉണ്ണി പ്രണവം മറ്റുള്ളവർ ഉറക്കമായി കാണുന്ന പറഞ്ഞാൽ ഒന്നുമല്ല, ഉറക്കം നടിക്കുന്നതാണ്. ഇത് അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വരും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കിവിടെ BJP കുന്താണ്, RSS കുന്താണ്, ലീഗും കുന്താണ്, CPM കുന്താണ്. എനിക്ക് ഒരുത്തനെയും പേടിയില്ലാന്നേ. കോൺഗ്രസും ഒരുത്തൻ്റെയും അടുത്ത് പൈസ മേടിച്ചിട്ട് സ്റ്റോറി ചെയ്തിട്ടില്ല. ഒരുത്തൻ്റെ വൈത്താളം നടക്കണമില്ല. പലരുമായിട്ടും വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടാവും. അതങ്ങനെയാണ് നിൽക്കണേ. പക്ഷേ എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എൻ്റെ കേട്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് പങ്കുവെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ സാധനവുമില്ല. ഇവർ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്കകത്ത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് നിലവുന്ന ചില ആൾക്കാർ പറയും, അപ്പം എന്നെ സുഡാപ്പിയാക്കും. ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ നിന്നാൽ അപ്പം എന്നെ ക്രിസംഖ്യയാക്കും. എന്ത് ചാപ്പാ! കോൺഗ്രസിന് അനുകൂലമായിട്ട് ഷാഫി പറമ്പലിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ യോജിപ്പിൽ നിന്നാൽ, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ യോജിപ്പിൽ നിന്നാൽ അപ്പം എന്നെ പൊങ്ങിയാക്കും. ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിൽ അനുകൂലമായിട്ട് ഷാഫി ചാര്യത്തിന് അനുകൂലമായിട്ട് വർത്തമാനം പറഞ്ഞ അപ്പനെ എന്താ പറയുക മുരളീകാക്കും. ഞാൻ ഈ ചാപ്പയിലൊന്നും വിശ്വസിക്കുന്നില്ല. സർവതന്ത്ര സ്വതന്ത്ര ഒരു പാർട്ടിക്കകത്ത് പങ്കല്ല. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. നമ്മളിനിയിപ്പോൾ നമ്മുടെ സമയം കളയണ്ട. 2002 അയോധ്യയിൽ നിന്ന് തീർത്ഥാടകരെയും കൊണ്ടുവരുന്ന സബർമതി എക്സ്പ്രസ് അത് ഗുജറാത്തിലെ ഗോദ്ര സ്റ്റേഷനിലെത്തുന്നു. തീർത്ഥാടകരുണ്ട്. ആ തീർത്ഥാടകരുടെ കൂട്ടത്തിൽ 16ഓളം പെൺകുട്ടികളുണ്ട്, സ്വാമിമാരുണ്ട്, സന്യാസിമാരുണ്ട്, ഒക്കെയുണ്ട്. സ്വാമിമാരല്ല, സന്യാസിമാരുണ്ടൊക്കെയുണ്ട്. അവരെ ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ പരിസര പ്രദേശങ്ങൾ റെയിൽവേയുടെ തന്നെ ഏരിയയ്ക്കകത്ത് പ്രത്യേക രീതിയിൽ സംഘടിച്ചിട്ടുള്ള മുസ്ലിം വിഭാഗം അനധികൃതമായി കയ്യേറിയിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെന്ന് വെച്ചാൽ കുറച്ച് ഈ ജിഹാദി മൈൻഡുള്ളവരാണ്.
അവർ എപ്പോഴും ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് ആ വേഷമൊക്കെ ഇട്ടിട്ട് നടക്കുള്ളൂ. കുട്ടികളെ പഠിക്കാനും വിടില്ല, അതൊന്നും വിടില്ല. അഫ്ഗാനിസ്ഥാനിൽ അതേ താലിബാൻ്റെ അതേ കൾച്ചർ കൊണ്ട് നടക്കുന്ന നരാധമന്മാരായ വൃത്തികെട്ട കുറേ ആൾക്കാരാണ്. അവർക്കെന്ന് വെച്ചാൽ പിന്നെ ഇവിടുത്തെ തന്ത അപ്പുറത്തെ വീട്ടിലെ പിന്നെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിക്കുക, അപ്പുറത്തുള്ളവൻ ഇപ്പുറത്തെ വീട്ടിലെ പീഡിപ്പിക്കുക, ഇതൊക്കെ തന്നെ. അങ്ങോട്ട് പരസ്പരം ഒരുതരം വല്ലാത്തൊരു വൃത്തികെട്ട കൾച്ചറിൽ പോകുന്ന ആൾക്കാരാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്ന കാരണം ഇവർക്ക് ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിലെ ഏറ്റവും വലിയ താല്പര്യം അങ്ങനെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡയറക്റ്റ് സെക്സിനകത്ത് ഇവർക്ക് താല്പര്യമില്ല, ഇവർക്ക് ഇതിലാണ് താല്പര്യം. അതിപ്പോൾ പാകിസ്ഥാനികൾക്കാവട്ടെ, യമനികൾക്കാവട്ടെ, ഒമാനികൾക്കാവട്ടെ, അഫ്ഗാനിസ്ഥാനികൾക്കാവട്ടെ, ബംഗ്ലാദേശികൾക്കാവട്ടെ, ലോകത്തുള്ള ഇത്തരം കുറേ വിഭാഗങ്ങളുണ്ട്. അറബികൾക്ക് പിന്നെ കുറച്ച് മിക്കുന്ന ഡയറക്റ്റ് സെക്സിലേക്ക് പോകുന്നുണ്ട്. ഖത്തർ, ബഹ്റൈൻ, ഈജിപ്ത്, UAE, സൗദി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലുള്ളവർ അങ്ങനെ അനധികൃതമായ പിന്നെ ആൾക്കാരെ പീഡിപ്പിക്കുന്നതായിട്ട് ഞാൻ അധികം കേട്ടിട്ടില്ല. എല്ലായിടത്തും ഉള്ള മാതിരി ഉണ്ടാവുള്ളൂ. അതിലിപ്പോൾ ജാതി മതമൊന്നും ഉണ്ടാവും, നോക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലില്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ പരിപാടി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവർക്ക് ആ ഒരു ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഈ ഡിസോർഡറിലേക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് നയിക്കപ്പെടുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്താണെന്നുള്ള യാഥാർത്ഥ്യത്തെ ആദ്യം തിരിച്ചറിയണം. ഈ ഗൂഹ്യ ഭാഗം ഇതിന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മലത്തിലേക്ക് അകത്തേക്കല്ലേ ഇവന്മാർ പിന്നെ ഈ സെക്സിൽ ഏർപ്പെടുന്നത്. അറപ്പ് തോന്നൂലേ? എനിക്കറിയില്ല എങ്ങനെ പറ്റണമെന്നുള്ളത്, സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. നമുക്ക് ഈ സംഭവം തന്നെ പുറത്തു പോകും. എന്തായിരുന്നാലും അങ്ങനെ നടക്കുന്ന ഒരു കൾച്ചറുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ പിന്നെ അധീനതയിൽ നിൽക്കുന്നതാണ് ഈ സബർമതി ട്രെയിൻ വന്ന ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ. ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ നമ്മൾക്കറിയാം, ഉത്തരേന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രത്യേകത ട്രെയിനിൻ്റെ യാത്രാപരമായിട്ടുള്ള പ്രത്യേകത. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് പോകുക. ഞാനിപ്പോൾ ഈ സെയിം സ്റ്റോറി ഞാൻ വേറെ ചാനലിന് വേണ്ടി ചെയ്തതാണ് 2 ദിവസം മുമ്പ്. ഞാൻ അവിടെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ അവരുടെ റീച്ച് കുറയേണ്ടെന്ന് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഈ അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ കയറില്ല. ടിക്കറ്റ് എടുക്കാതെ കയറും എങ്ങനെ? നമ്മൾ ഓടിക്കതച്ച് അവസാന ലാപ്പിൽ ഓടിയെത്തുമ്പോൾ ട്രെയിൻ വിടാനായെന്ന് കണ്ടാൽ നമ്മൾ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറാനുള്ള ആളാണെങ്കിൽ, പാസഞ്ചർ ട്രെയിനിൽ പോകാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ആലുവയ്ക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കോ പോകുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ പിന്നെ റിസ്ക് എടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് ഇല്ലെങ്കിലും വീട്ടിലെ കയറാം, ഫൈൻ അടിച്ചോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മൾ കയറും. നമ്മുടെ നാട്ടിൽ TTമാർ ടിക്കറ്റ് എക്സാമിനർമാർ കൃത്യമായിട്ട് വരികയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, നമ്മൾ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓർഡിനറി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ AC കമ്പാർട്ട്മെൻറ്റിലോ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലോ ഒക്കെ കയറിയിട്ട് ബാക്കിയുള്ള ഇതിലോ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലോ കയറിയിട്ട് നമ്മൾ ഈ TT വരുമ്പം ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കയറും. അതിന് എക്സ്ട്രാ ഫൈനൊന്നുമില്ല, കൺവേർഷൻ ചാർജ് മാത്രം കൊടുത്താൽ മതി. മറ്റേതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചാർജ് അത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നവരാ. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. ഉത്തരേന്ത്യയിൽ ടിക്കറ്റ് കൊടുത്ത് യാത്ര ചെയ്യുന്നവർ വളരെ കുറവാണ്. അത് പാരമ്പര്യമായിട്ട് അവരുടെ സാധനമാണ് ഇന്ത്യൻ റെയിൽവേ എന്നുള്ള ധാരണയിൽ പോകുന്ന ബീഹാറി, ഉത്തർപ്രദേശുകാരൻ, ഉത്തരാഖണ്ഡുകാരൻ, ഉത്തരാഞ്ചലുകാരൻ, ജാർഖണ്ഡുകാരൻ ഇവരൊന്നും അധികം യാത്ര ചെയ്യുന്നില്ല ട്രെയിനിൽ. അല്ലയോ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്നില്ല. ഇവരെന്ന് വെച്ചാൽ ട്രെയിൻ വന്നാൽ ഓരോ മുതലാണ്, ഓരോ കയറുക. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു TTക്ക് കയറാനുള്ള സ്ഥലം കൂടി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അത്രയും അടിക്ക് പിടിച്ച് പിന്നെ മീൻ വണ്ടി വരുന്ന മാതിരി അട്ടി അടിക്കി ഇങ്ങനെ കിടക്കിയിരിക്കുക. എങ്ങനെ TT അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചെക്ക് ചെയ്യുക? ഇതാണ് ആ കൾച്ചറാണ് അവരിവിടെ ഇന്ത്യയിൽ എടുക്കുന്നത്. അല്ല ക്ഷമിക്കണം, കേരളത്തിൽ എടുക്കുന്നത്. കേരളത്തിൽ ടിക്കറ്റ് എക്സാമിനർ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ഉത്തരേന്ത്യക്കാർ പിടിച്ച് തള്ളിയിടുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ഇത് അനുഭവമില്ല. കാരണം ഇത് നമ്മളെ വണ്ടിയല്ലേ, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക, നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങും എന്നുള്ള മട്ടിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ വിവരമില്ലായ്മയുടെ ഭാഗമായിട്ട്, അല്ലാതെ അവർ ക്രിമിനലുകളായിട്ടല്ല. അപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആദ്യമായിട്ട് ഞങ്ങളെ നാട്ടിലൊന്നും ഇല്ലാത്ത ഇത്രയും കാലം ഞങ്ങൾ കാണാത്ത ഒരാൾ വന്നു. അപ്പോൾ കണ്ടവരെ പിടിച്ച് പുറത്തിരുന്നു. ഇങ്ങനൊരു രീതിയാണ്. ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞപ്പം ഗോദ്ര റെയിൽവേ സ്റ്റേഷനെ അടക്കി ഭരിക്കുന്നത് ഈ തലയെ തൊപ്പിയിലിട്ട പിന്നെ താടി വെച്ചിട്ടുള്ള, എനിക്ക് താടിയുണ്ട്, ആ താടിയല്ല, യുവന്മാരെ മതബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള താടി വെച്ചിട്ടുള്ള ക്രിമിനലുകളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്നവരെ വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവർക്ക് വർഗീയവാദികളാണ്. അവർക്ക് വലിയ രാഷ്ട്രീയ ധാരണയൊന്നുമില്ല. അവന്മാർ ഇവിടെ അനധികൃതമായിട്ട് കച്ചവടം നടത്തുക. നമ്മുടെ നാട്ടിലിപ്പോൾ പാലക്കാട് നിന്നാണ് നമ്മുടെ ഇത് ഒരെൻഡ് തുടങ്ങുന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാട് ഡിവിഷൻ്റെ ഭാഗമായിട്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങുന്ന വാളയാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തിരുവനന്തപുരം പിന്നെ തൊട്ടപ്പുറത്തുള്ള സ്റ്റേഷൻ വരെ. തിരുവനന്തപുരം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, പിന്നെ നാഗർകോവിലും പിന്നെ കന്യാകുമാരിയും പോകുന്നത്. മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഷൊർണൂരിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് മംഗലാപുരത്തിൻ്റെ ഇപ്പുറത്ത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരെയാണ്. ഇവിടെ അനധികൃതമായിട്ട് എന്തെങ്കിലും കച്ചവടം നടക്കുമോ? ഏതെങ്കിലും പാസഞ്ചർ ട്രെയിനിൽ ആരെങ്കിലും ലോട്ടറി വിൽക്കാനൊക്കെ ഏതെങ്കിലും
പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ച് തള്ളിപ്പുറത്താക്കണം എന്നല്ല. അവർ അരി വാങ്ങാൻ വേണ്ടി ആരുടെ അടുത്ത് യാചിക്കാൻ വരുന്നില്ല. എനിക്ക് 10 രൂപ പിന്നെ ദാനം തരുമെന്നല്ല ഇരിക്കുന്നത്, ഒരു ടിക്കറ്റ് വിട്ട് ജീവിക്കാമെന്നൊക്കെ ഇരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ വിട്ടുകളാണ്. അല്ലാതെ തടിയും മുടുക്കുള്ള ആൾക്കാർ കയറിയിട്ട് പല ഫാൻസി സാധനങ്ങൾ വിൽക്കുക, ബാക്കിയുള്ള വിൽക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ അധികം നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ പിടിച്ച് പ്രശ്നമാക്കും. കാരണം ഇവർ ലൈസൻസ് എടുക്കുന്നത് വലിയ സംഖ്യ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കും. അതേസമയം ഉത്തരേന്ത്യയിൽ അത് നടക്കില്ല. പ്രത്യേകിച്ച് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇസ്ലാമിസ്റ്റ് ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമായിരുന്നുകൊണ്ട് അവർ റെയിൽവേയുടെ ഭൂമി അനധികൃതമായി കയ്യേറി അവിടെ എല്ലാം ടെൻ്റ് അടിച്ച് താമസിക്കുക, ചേരി വലയാക്കിയിട്ട്. മയക്കുമരുന്ന് കച്ചവടമാണ് ഇവരെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത്. മയക്കുമരുന്ന് ഹബ്ബ്, ഒരു നാർക്കോട്ടിക് ഹബ്ബായിരുന്നു. ഇപ്പം കേരളത്തിൽ എങ്ങനെയാണോ കാക്കനാടുള്ളത് പോലെ ഇവർ അനധികൃതമായിട്ട് കച്ചവടം നടത്തുന്നവരും അധികൃതമായിട്ട് കച്ചവടം നടത്തുന്നവരും. കാരണം ഇവർ അനധികൃതമായിട്ട് കച്ചവടം നടത്തുമ്പോൾ ഇവർക്ക് ബാക്കിയുള്ള ഫീസൊന്നും കൊടുക്കണ്ട. മറ്റൊരു റെയിൽവേക്ക് ഫീസ് കെട്ടിയിട്ട് ബെഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ക്ലാഷ് ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഈ തീർത്ഥാടകരിൽ അഭിപ്രായം പറഞ്ഞു. അവരാരെയും തല്ലാൻ പോയിട്ടില്ല, ഈ തീർത്ഥാടകരാരെയും തല്ലിയിട്ടില്ല. തൊട്ടടുത്തുള്ള ചേരിന്ന് മുഴുവൻ അവരെ വീടുകളിൽ ശേഖരിച്ച് വെച്ച പെട്രോളും മണ്ണെണ്ണയൊക്കെ കൊടുത്തിട്ട് 4 ബോഗിക്ക് S6 കോച്ച് തൊട്ട് S2 കോച്ച് വരെയുള്ളതാണെന്ന് എനിക്ക് തോന്നണേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. മൊത്തം തീ വെച്ചു. 16 പെൺകുട്ടികൾ ഉൾപ്പെടെ 58 തീർത്ഥാടകർ വെന്തു മരിച്ചു. ജീവനോടെ പുഴുങ്ങി കൊന്നു പോമാര്, തീ വെച്ച് കൊന്നു. ആലോചിച്ച് നോക്കൂ. ഗുജറാത്തിൽ 8%, ഇപ്പൊ 10%. 10%ത്തിലാണ് മുസ്ലിം, 10.something 11% താഴെയാണ് മുസ്ലിം ജനസംഖ്യ. 88% ഹിന്ദുക്കളുള്ള നാട്ടിൽ, ആ സംസ്ഥാനത്ത് ഹിന്ദുക്കളെ ഈ 11% താഴെ വരുന്ന മുസ്ലിം തീവ്രവാദികൾ ജീവനോടെ തീപിച്ചു വന്നപ്പം അവർക്ക് എത്ര പ്രതിഷേധം ഉണ്ടാവും? നടക്കുവോ? ബംഗ്ലാദേശിൽ നടക്കുവോ? പാകിസ്ഥാനിൽ നടക്കുവോ? അഫ്ഗാനിസ്ഥാനിൽ നടക്കുവോ? സിറിയയിൽ നടക്കുവോ? ഈജിപ്തിൽ നടക്കുവോ? ഇറാഖിൽ നടക്കുവോ? അവിടെ മര്യാദയ്ക്ക് ചർച്ചിലും ടെമ്പിളിലും ബുദ്ധവികാരിലും പോകാനുള്ള അനുവാദം പോലും ഇല്ലാതെ, അങ്ങനെ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിം ബുദ്ധനാണ്, ജൈനനാണെന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിം തീവ്രവാദികൾ കൊന്നു കളയുകയും ബംഗ്ലാദേശിൽ ജീവനോടെ തൊലിയുരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിരുന്ന് നമ്മൾ ചിന്തിക്കണം. യുവമാർ കാണിക്കണം തോന്നിവാസം. അവിടുത്തെ തടിമിടുക്കണം കാണിച്ചു. 58 പേര് മരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവരാ. ഇപ്പൊ നമ്മളെ കേരളത്തിൽ നടന്നു നോക്കി, എറണാകുളത്ത് നടന്നു. മരണപ്പെട്ടത് 58 പേരാ. 4 പേര്, ഒരാൾ മൂന്നാറിൽ, ഒരാൾ ഇടുക്കിയിൽ തന്നെ അടിമാലിയിൽ, ഒരാൾ ഇടുക്കി തന്നെ വണ്ടിപ്പെരിയാറ്, ഒരാൾ കൊല്ലത്ത്, ഒരാൾ കൊല്ലം ജില്ലയിൽ തന്നെ ചടയമംഗലത്ത്, വേറൊരാൾ കൊല്ലം ജില്ലയിൽ തന്നെ കരുനാഗപ്പള്ളിയിൽ, ഒരാൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ, ഒരാൾ തിരുവനന്തപുരത്ത് കടകംപള്ളിയിൽ, ഒരാൾ തിരുവനന്തപുരം സെൻട്രലിൽ, ഒരാൾ തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിൽ, ഒരാൾ തൃശ്ശൂർ, ഒരാൾ ചാലക്കുടി, ഒരാൾ മറ്റേ വടക്കാഞ്ചേരി, ഒരാൾ കുന്നംകുളത്ത്. ഇങ്ങനെ 58 ബോഡികൾ 58 സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ മുഴുവൻ തിരിച്ച് കലാപമുണ്ടായി. ഫാക്റ്റാ, ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അഭയം കൊടുത്ത്, ഞങ്ങൾ സ്നേഹിച്ച്, അതും ഗവൺമെന്റ് ഭൂമിയിൽ അനധികൃതമായി കയ്യേറി തോന്നിവാസം കാണിച്ച് ജീവിക്കുന്ന ക്രിമിനലുകൾക്ക് അവരെ അധിവസിപ്പിച്ച് സഹോദരങ്ങളെ പോലെ സ്നേഹിച്ച് കൊണ്ടുകടന്ന ജനസംഖ്യയുടെ 10%-ത്തോളം മാത്രം വരുന്നവര്. 100 പേരെടുത്താൽ 90, 80, 85 പേരും ഹിന്ദുക്കളാണ്. അവിടെ ക്രിസ്ത്യാനികൾ വളരെ കുറച്ചേ ഉള്ളൂ, ജൈനമതക്കാർ വളരെ കുറച്ചേ ഉള്ളൂ, ബുദ്ധമതക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. സെക്കൻഡ് മുസ്ലിങ്ങൾ 10% ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് അവരെ സാഹോദര്യത്തോടെ സ്നേഹിച്ചുകൊണ്ട് നടന്നപ്പം ഇവർ കാണിച്ചിട്ടുള്ള തോന്നിവാസത്തിന് പ്രതികാരമായി തിരിച്ചടിയുണ്ടായി. വർഗീയവാദികളുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായി. നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിരപരാധികൾ എല്ലാ കലാപങ്ങളിലും കൊല്ലപ്പെടും. മനുഷ്യൻ പ്രകോപിതനായി തല കത്തി നിൽക്കുന്ന നേരത്ത് എൻ്റെ കുടുംബത്തെ നശിപ്പിച്ചോണ്ട്, എൻ്റെ സഹോദരങ്ങളെ നശിപ്പിച്ചോണ്ട്, അവരുടെ മുമ്പിൽ കാണുന്ന അവരുടെ കുടുംബത്തെ ചിലപ്പോൾ നശിപ്പിച്ചു കളയും. ബിൽക്കീസ് ബാനുവിൻ്റെ കേസിലൊക്കെ എനിക്ക് സങ്കടമുണ്ട്. ആ യുവതിയുടെ കേസിൽ, ആ ബേക്കറി കേസിലുമൊക്കെ ബിൽക്കീസ് ബാനുവിനെ ഗർഭിണിയായിരിക്കുമ്പോൾ ബലാത്സംഗം ചെയ്തു. അതേപോലെ തന്നെ അവരുടെ കുടുംബക്കാരെ മുഴുവൻ കൊന്നിട്ട് ആ ശവശരീരങ്ങൾക്ക് ഇടയിൽ വെച്ചിട്ട് അവരെ ബലാത്സംഗം ചെയ്തു. അവർക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ലല്ലോ. അതൊക്കെ മാനസികമായിട്ട് എനിക്ക് വിഷമമുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിലേക്ക് നയിച്ചതാരാ? ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ്. മനസ്സിലാക്കണം. ലോകത്തിന്റെ ശത്രു, ഇന്ത്യയുടെ ശത്രു, കേരളത്തിന്റെ ശത്രു, ഇസ്ലാമിന്റെ ശത്രു. അതാദ്യം ബോധമുള്ള മുസ്ലിങ്ങൾക്ക് ആദ്യം ആ തോന്നലുണ്ടാവണടാ. നോളകളെ നീയൊക്കെ കണ്ട വിവരമില്ലാത്ത ഉസ്താദുമാർ പറയണ മാതിരി 9 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കാൻ നടന്നിട്ട് കാര്യമൊന്നുമില്ല. നിനക്കൊക്കെ ആദ്യം തലയ്ക്കകത്ത് അന്തം ഉണ്ടാവണം. ഇസ്ലാമിന്റെ ശത്രു ഇസ്ലാമിക തീവ്രവാദികളാ. എന്താടാ
പിന്നെ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും തുർക്കിയിലും മറ്റിടത്തുമൊക്കെ പാകിസ്ഥാനിലൊക്കെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമായ്ക്ക് പോകുമ്പോൾ ബോംബ് വിട്ടണെന്തിനാ? ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക. ലോകത്തുനിന്ന് ഏറ്റവും സമാധാനത്തോടുകൂടി ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഒന്ന് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്തോനേഷ്യ മറികടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയായിരുന്നു, അതിനെ മറികടന്നു ഇന്ത്യ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളുള്ള രാജ്യം ഇന്തോനേഷ്യയായിരുന്നു, അതിനെ മറികടക്കുകയാണ് ഇന്ത്യ. മല്ലേ അടുത്ത ഒരു വർഷത്തിലുള്ള അല്ലെങ്കിൽ 2 വർഷത്തിലുള്ള സാധ്യമാവും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രണ്ടാമത് ഇസ്ലാം മത വിശ്വാസികളുള്ള ഇന്ത്യയിൽ ജീവിക്കുന്നതിൻ്റെ 10-1 മുസ്ലിങ്ങളില്ലാത്ത ഈ അറബ് രാജ്യങ്ങളിലും ഈ അയൽ രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ സ്വസ്ഥമായി ഇവിടെ ജീവിക്കുന്നില്ലേ? ഇവിടെ വെള്ളിയാഴ്ച പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ജുമായ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന ഏതെങ്കിലും മുസ്ലിം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബോംബ് പൊട്ടി ചത്തിട്ടുണ്ടോ? പറയടാ, പറഞ്ഞിട്ട് വർത്തമാനം പറ. തീവ്രവാദികൾ പറ. നിന്റെ പാകിസ്ഥാനിലും നിന്റെ അഫ്ഗാനിസ്ഥാനിലും നിന്റെ ബംഗ്ലാദേശിലും നിന്റെ പിന്നെ മറ്റേ കുർദിസ്ഥാനിലും നിന്റെ പിന്നെ ഈ എല്ലാ കോപ്പിലും ഇറാനിലും ഇറാഖിലും സിറിയയിലും തുർക്കിയിലും ഒക്കെ ചാവുന്നില്ലേ? ഇവിടെ ചാവുന്നുണ്ടോ? ഇവിടെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ മുസ്ലിങ്ങളാകുമ്പോൾ ബീഫ് ഇറച്ചിയൊക്കെ മേടിച്ച് വെക്കും. പിന്നെ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. കിടന്ന് കുറച്ചു നേരം മയങ്ങുന്നവർ മയങ്ങും, ഇല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കും. അവിടെ പള്ളിയിൽ പോകുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇന്ത്യ ഒഴിച്ചുള്ള ബാക്കിയുള്ള സമീപ രാജ്യങ്ങളിലെല്ലാം പള്ളിയിൽ പോകുന്നവൻ, നിസ്കരിക്കാൻ പോകുന്നവൻ വീട്ടിലേക്ക് തിരിച്ച് ശവശരീരമായിട്ട് എത്തുമോ ജീവനോടെ എത്തുമെന്നുള്ള ഉറപ്പില്ലാതെ പോണേ. അതാണ് ഇന്ത്യ. മനസ്സിലാക്കണത് തീവ്രവാദികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. നീയൊക്കെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു, പോപ്പിലെ മറ്റടുത്ത രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് നാറികൾ. ഇനി എങ്ങനെയാണ് ഇവിടെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞുതരാം. ഗുജറാത്ത് കലാപത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. കുറച്ച് നീണ്ടു പോകുന്നുണ്ട് സ്റ്റോറി എന്നുള്ളത് എനിക്കറിയാം. ഗുജറാത്ത് കലാപത്തിൽ ഇങ്ങനെ വന്ന് ഇവർ തീ വെച്ചു. തിരിച്ച് പിന്നെ വിലാപയാത്ര പോയപ്പോൾ പോയ വഴിയിൽ മുഴുവൻ ആളുകൾ പ്രകോപിതരായി അവിടുത്തെ മത തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു. അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിനിടയിൽ നിരപരാധികൾ ബിൽക്കിസ് ബാനുവിനെ പോലെ പെട്ടുപോയിട്ടുണ്ട്. അതിൽ സങ്കടം ഉണ്ടാകുകയും വേറെ ഏതൊരു കലാപത്തിലും അങ്ങനെ നിരപരാധികൾ പെട്ടുപോകും. ഇപ്പം എന്നെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്, ഞാനൊരു തീവ്രവാദികളെന്ന് കൂട്ടിക്കുക. എൻ്റെ വീട്ടിലേക്ക് വരികയാണ്, ഞാനും ഇപ്പം എൻ്റെ പപ്പയും മമ്മിയും മരിച്ചിട്ടില്ല എന്ന് കൂട്ടുക. എൻ്റെ വീട്ടിലേക്ക് വരിക, ഞാനും എൻ്റെ പപ്പയും മമ്മിയും പെങ്ങന്മാരെ കൂടെ താമസിക്കുകയാണ്. ഇവർ ഒരു രക്ഷ കിട്ടുന്നില്ലെങ്കിൽ ഒരു ബോംബ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വീട് താഴ്ന്നു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങന്മാരും പപ്പയും മമ്മിയൊക്കെ മരിച്ചു പോകും. അങ്ങനെ നിരപരാധികൾ സംഭവിക്കും. അല്ലെങ്കിൽ അവരെന്നെ പൊതിഞ്ഞു പിടിച്ചിക്കുക, ഇവർ വെട്ടാൻ നേരത്ത് അവർ പൊതിഞ്ഞു പിടിച്ചിക്കുക. വിടെന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവർ പിടിച്ചിരിക്കുകയാണെങ്കിൽ വെട്ടിട്ടുമ്പോൾ അവരതകത്തുള്ളൂ. അത് സ്വാഭാവികമാണ്, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ എന്ന് കരുതിയിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യല്ല. എന്നാൽ ഇവരെ പോലെയുള്ള വൃത്തികൾ കാണിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകൾ എനിക്ക് പറയാൻ പറ്റും. കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടായിരുന്നു, നമുക്കിപ്പോഴും അറിയാം. കരഞ്ഞുകൊണ്ട് ഞാൻ കുത്തുബുദ്ദീൻ അൻസാരിയുടെ ഫോട്ടോ നിങ്ങളിന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പം അത് കാണിച്ചിട്ട് വേണം സംസാരിക്കാൻ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം പറയുമ്പോൾ അതിന് എവിഡൻസും വേണമല്ലോ. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. കുത്തുബുദ്ദീൻ അൻസാരിയുടെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. കരഞ്ഞുകൊണ്ട് കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് വെട്ടാൻ വന്ന ആളുകളുടെ മുമ്പിൽ നിന്ന കുത്തുബുദ്ദീൻ അൻസാരി. അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വിഷയത്തിൽ. നമുക്ക് നിലപാടുണ്ടെന്നേ. ഇവന്മാരെല്ലാം കൂടി പിന്നെ ഒരുമിച്ച് കൂട്ടിയാൽ വേറെ കൊണ്ട് കൂടില്ലെന്ന്. ഓർക്ക് വല്ല പിന്നെ വണ്ടിമേ പോകുമ്പോൾ പിന്നെ വണ്ടി കെട്ടിച്ച് കൊല്ലിയേ, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് വല്ല കല്ലെറിഞ്ഞ് കൊല്ലിയേ, എവിടെ വല്ല പിന്നെ സ്നേഹമായിട്ട് വിളിച്ചിട്ട് വിഷം തന്നു കൊല്ലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടുത്തെ കമ്മികളെയും സുണാപ്പികളെയും ഒരു ഇഞ്ച് പോലും ഭയപ്പെടുന്ന ഒരാളല്ല രാജൻ ജോസഫ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിവ് വേണം. അവർ പറയുമല്ലോ, 2 അടിച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും വെള്ളം അടിച്ചിട്ട് വരണമെന്നുള്ളത്. ഇപ്പം എന്തായാലും പറയാൻ പറ്റില്ലല്ലോ അവർക്ക്. അത് പറ, വെള്ളം അടിച്ചിട്ടാണോ? അവൻ്റെ കണ്ണ് നേരെ നിൽക്കുന്നില്ല, അവൻ്റെ മൂക്ക് നേരെ നിൽക്കുന്നില്ല. ഇവരുടെ എൻ്റെ മൂക്കിൻ്റെ ഞാൻ പറയുന്ന വർത്താനം നേരെ നിൽക്കുന്നുള്ളൂ നോക്കിയാൽ മതി. ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടി നോക്കുന്ന കേട്ടോ. ബംഗ്ലാദേശിലെയും അതേപോലെ തന്നെ ബ്രിട്ടനിലെയും ഒക്കെ വർഗീയമായ എന്താ ഈ കാണുന്നതാണ് കുത്തുബുദ്ദീൻ അൻസാരി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ഗൂഗിളിൽ വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. കുത്തുബുദ്ദീൻ അൻസാരി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കുത്തുബുദ്ദീൻ അൻസാരി
ഈ ഫോട്ടോ കാണാത്തൊരു സുഹൃത്തുക്കളുണ്ടാവില്ല. ഗുജറാത്ത് കലാപകാലത്ത് 2002, 2003 കാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയമാണ്. ആ കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ വെട്ടാൻ വന്ന ഹൈന്ദവ തീവ്രവാദികൾ, നരഭോജികൾ, ഗർഭിണിയുടെ പിന്നെ ഭ്രൂണ ഇതിലേക്ക് ഗർഭപാത്രത്തിലേക്ക് ശൂലം കുത്തി ഇറക്കി എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യരെ മുമ്പിൽ കൈകൂപ്പി കണ്ണീരൊളിച്ചു നിന്നപ്പോൾ അവരാ മനുഷ്യനെ വെറുതെ വിട്ടു. മനസ്സിലാക്കണോടാ നാറികളെ, നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ വിട്ടു. ആ കണ്ണീരിന്റെ മുമ്പിൽ അവരുടെ മനസ്സലിഞ്ഞു. സഹോദര, നിങ്ങളെവിടെയും പോയിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കുത്തുബുദ്ദീൻ അൻസാരിക്ക് പകരം ഏതെങ്കിലും ഒരു പ്രകാശ് യാദവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും രാജൻ ജോസഫ് എന്നുള്ള വേണ്ട, ക്രിസ്ത്യാനികളുമായിട്ടുള്ള സംഘർഷം, ഏതെങ്കിലും ഒരു രാജനോ ഏതെങ്കിലും ഒരു അശോകനോ ഇസ്ലാമിക തീവ്രവാദികളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കൈകൂപ്പി നിന്ന് അവരെന്ത് ചെയ്യും? കൂപ്പിയ കൈ ആദ്യം വിട്ടും കണ്ണീരൊഴുകുന്ന കണ്ണവർ ചൂട് നിൽക്കും. അതാണ് തീവ്രവാദം. ഗുജറാത്തിൽ നടന്നത് തീവ്രവാദമല്ല, തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഫൈറ്റാണ്, മനസാക്ഷിയുള്ളവരുടെ ഫൈറ്റ്. സഖി കെട്ടിട്ട് നിരന്തരമായി പീഡനത്തിന് ഇരയാവുന്ന ഒരു മനുഷ്യർ, അതും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷത്താൽ പീഡനത്തിന് ഇരയാകുക, കൂട്ടബലാത്സംഗത്തിന് ഇരയാകുക, തട്ടിക്കൊണ്ടുപോകലിന് ഇരയാകുക, ഇവരെ നാർക്കോട്ടിക് ജിഹാദിന് ഇരയാകുക എന്ന് വന്നപ്പോൾ തിരിച്ചു പ്രതികരിച്ചു. അത് ആ പ്രതികരണം 1.5 പ്രതികരണമായിപ്പോയി. അതിലെനിക്ക് വിഷമമുണ്ട്. കുറേ നിരപരാധികളും കൊല ചെയ്യപ്പെട്ടു. എല്ലാ സംഘർഷങ്ങളിലും നിരപരാധികൾ കൊല ചെയ്യപ്പെടും. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ. അതിനാണ് ഇവർ ഈ തോന്നിയാസം പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഇസ്ലാമിക നരകത്യ എന്ത്? അവിടെ ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഘട്ടമായിരുന്നു അത്. ഇവിടുത്തെ നമ്മളെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് അറിയില്ല. ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ എല്ലാവരും തീവ്രവാദികളൊന്നുമല്ല. കുറേ ആൾക്കാർ നല്ല മനുഷ്യരൊക്കെ ഉണ്ട്, നമുക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ഇവർ വരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോവുക. അതിൽ മതേതര ബോധമുള്ള മനുഷ്യന്മാർ, മുസ്ലിം ആട്ടെ, ഹിന്ദു ആട്ടെ, ക്രിസ്ത്യാനി ചിന്തിക്കേണ്ടത് ഗുജറാത്തിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടതിലുള്ള എല്ലാ സങ്കടവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഗുജറാത്തിനെ ശുദ്ധീകരിച്ചെടുത്തു ആ കലാപത്തിലൂടെ എന്നുള്ളത് തിരിച്ചറിയണം നിങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി വർത്തമാനങ്ങളിലേക്ക് വരാം. ഇത് പറഞ്ഞല്ലോ, ഈ കലാപം കത്തിപ്പടർന്നു. കലാപത്തിൽ മരിച്ചത് മുസ്ലിങ്ങൾ മാത്രം അല്ല. ഔദ്യോഗിക കണക്ക് പ്രകാരം 790 മുസ്ലിങ്ങളും 254 മുസ്ലിങ്ങളും കൊല ചെയ്യപ്പെട്ടു. അവിടെ ബുദ്ധമതക്കാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൈനമതക്കാരുണ്ട്, സിഖുകാരുണ്ട്. പാഴ്സികളില്ല എന്നാണ്. പാഴ്സികൾ കുറച്ചുണ്ട്, കച്ചവടക്കാരായിട്ടുള്ള. ഇവരൊക്കെ ഉണ്ട്. ക്രിസ്തുമതക്കാർ ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. അവരുടെ കേന്ദ്രങ്ങളിൽ ഈ ഹിന്ദു തീവ്രവാദികൾക്ക് അവിടെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനാണെങ്കിൽ ഈ ക്രിസ്ത്യാനികളെയും സിഖുകാരെയും ജൈനമതക്കാരെയും ബുദ്ധമതക്കാരെയും ഒക്കെയാണ് കൊല്ലണ്ടേ. എന്നാലല്ലേ ഹിന്ദു രാഷ്ട്രം ഹിന്ദു സംസ്ഥാനമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഒരൊറ്റ ക്രൈസ്തവൻ, ഒരൊറ്റ ബുദ്ധമതക്കാരൻ, ഒരൊറ്റ ജൈനമതക്കാരൻ, ഒരൊറ്റ സിഖുകാരൻ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. അതിനർത്ഥം ആക്രമിച്ചവരെ തിരിച്ചറ്റാക്ക് ചെയ്തു. അതിൽ നിരപരാധികൾ പെട്ടിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, 254 ഹിന്ദുക്കൾ എങ്ങനെ കൊല ചെയ്യപ്പെട്ടു? 790 മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ മുസ്ലിം വംശഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആക്രോശിക്കുന്ന ഇവിടുത്തെ സോ കോൾഡ് ലെഫ്റ്റിസ്റ്റുകളും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ ജാതിമത വർഗീയവാദി പാർട്ടികളും പറയേണ്ടത് 790 മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു. അത് ഔദ്യോഗിക കണക്കാണ്. ഔദ്യോഗിക കണക്കിന് മേലെയായിരിക്കും ഒറിജിനൽ മരണം നടക്കുക. അതിലേക്ക് നമ്മൾ പോകണ്ട. ഔദ്യോഗിക കണക്ക്, ഒഫീഷ്യലായിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് 254. അതിന് 1/3 ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. എന്താ ഇവർ ആത്മഹത്യ ചെയ്തതാ? അതോ ഈ ഹിന്ദു തീവ്രവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ ഹിന്ദുക്കളെ തന്നെ തെരഞ്ഞു പിടിച്ച് കൊന്നതാണോ? ഹിന്ദുട്ടടേ, ഇവരിലും കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, രോഗം ബാധിച്ചവരുണ്ട്, വികലാംഗരുണ്ട്, ഒക്കെ ഉണ്ട്. അത് എന്താ നിങ്ങൾ പറയാത്തേ? നിങ്ങളെന്താ അതിനെക്കുറിച്ചും ഉണ്ടാത്തേ? കാഷ്വാലിറ്റി വാസ് 3:1. 3 പേര് അപ്പുറത്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരാൾ ഇപ്പുറത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. 30 പേര് അപ്പുറത്ത് കൊല ചെയ്യുമ്പോൾ ഒരാൾ 10 പേര് ഇപ്പുറത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. 300 പേര് അപ്പുറത്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ 100 പേര് ഇപ്പുറത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3:1 അതാണ് റേഷ്യോ. ഈ 100 പേര് എന്താ വെച്ചാൽ ഓക്കെ നിങ്ങളെല്ലാം മരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രാർത്ഥിച്ച് അള്ളാഹു അക്ബർ ഹിന്ദുക്കളെല്ലാം ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് വിട്ടാണോ? കുത്തിയടിച്ചിട്ട് തന്നെയല്ലേ കൊന്നേ? നാറുകൾ തോന്നിയാസം പറഞ്ഞുകൊണ്ട് വരുന്നേ. എൻ്റെ അടുത്ത് വർത്താനം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് തോണ്ടാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടൂല. ഇന്ന് മലയാള സിനിമയിലെ മറ്റേ നാറിയെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് വർഗീയതയും കൊണ്ട് വന്നിരിക്കുക. അവൻ അവാർഡ് കൊടുക്കാതിരുന്നത് ഹൈന്ദവ അജണ്ട. എന്ത് ഹൈന്ദവ അജണ്ട?
ഈ രാജ്യത്താണല്ലോ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തു മതത്തിൽ ജനിച്ച ഒരാളാണല്ലോ. ക്രിസ്തു മതത്തിൽ ക്രിസ്ത്യാനിയുടെ ജീവിതചര്യകളൊന്നും പുലർത്തുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ജൈവവിശ്വാസികളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കൊന്നും വരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ. അതിന് എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നവർ കണ്ട പോലെ കുട്ടിക്കോളം പറ. അല്ലാതെ ഇവർക്ക് പറ്റുന്നവരടുത്ത് പേടിപ്പിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവർക്ക് കൊല്ലാനേ പറയുള്ളൂ, കൊല്ലാനേ പറ്റുള്ളൂ. ഈ കമ്മികൾക്ക് സുണാപ്പികൾക്ക് കൊല്ലാനേ പറ്റുള്ളൂ, തോപ്പിക്കാൻ പറ്റൂല ഒരുത്തനെയും. ധൈര്യമുള്ളവനെ അവർക്ക് തോപ്പിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ധൈര്യം ഉണ്ടടാ. നിനക്ക് തന്ത വിചാരിച്ചാലും വലുപ്പ വിചാരിച്ചാലും ഇന്ന അടുത്ത് പിന്നെ ഒരു തലക്കും ജയിക്കൂല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ ഞാൻ പറഞ്ഞല്ലോ 790 ഹിന്ദുക്കൾ അല്ല മുസ്ലിങ്ങൾ പോലെ ചെയ്യപ്പെട്ടപ്പോൾ 254 ക്രിസ്ത്യാനികൾ പോലെ അല്ല ഹിന്ദുക്കൾ 790 മുസ്ലിങ്ങൾ പോലെ ചെയ്യപ്പെട്ടപ്പോൾ 254 ഹിന്ദുക്കൾ പോലെ ചെയ്യപ്പെട്ടു. എന്താ ഇവർ ആത്മഹത്യ ചെയ്താ? എല്ലാവരും കൂടെ സ്വയം കുത്തിച്ചെത്ത? അതോ ഹിന്ദു മത സംഘടന തന്നെയാണോ അവരെ കുത്തിക്കൊന്നത്? മറുപടിയാണ് ഇവർ. എന്നിട്ട് മതിയല്ലോ ഗുജറാത്തിനെ കുറിച്ച് സംസാരിക്കാൻ. ബാക്കിയുള്ള ഇവർ പിന്നെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നശിപ്പിക്കാനാണെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയെയും ബുദ്ധമതക്കാരനെയും ജൈനമതക്കാരനെയും പാഴ്സിയെയും സിഖുകാരനെയും ആക്രമിക്കാതിരുന്നത്? അവിടുത്തെ ഹിന്ദുക്കൾ ഒരൊറ്റ ക്രിസ്ത്യാനി അവർ കൊന്നിട്ടില്ല, ഒരൊറ്റ ബുദ്ധമതക്കാരനെ അവർ കൊന്നിട്ടില്ല, ഒരൊറ്റ ജൈനനെ അവർ കൊന്നിട്ടില്ല, ഒരൊറ്റ പാഴ്സിയെ കൊന്നിട്ടില്ല. തോന്നിയ ദിവസത്തിന് പോയനാ കിട്ടിയേ. മനസ്സിലായോ? വിലാപയാത്ര പോയപ്പോൾ ഇങ്ങനെ ഭയങ്കര പ്രശ്നമായി. പോലീസിനകത്ത് തന്നെ ഭയങ്കര പ്രശ്നമായി, ഡൈവേഴ്സണായി. മുസ്ലിം പിന്നെ ഇസ്ലാം മത വിശ്വാസികളായ പോലീസുകാരെ മറ്റു പോലീസുകാർ വിശ്വാസത്തിന് എടുക്കാത്ത അവസ്ഥ ഉണ്ടായി. അത് കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരള പോലീസിന്റെ ഔദ്യോഗിക ഡാറ്റാ സെർവറിൽ നിന്ന് കേരള പിന്നെ ഇവിടുത്തെ BJP നേതാക്കന്മാരുടെയും RSS നേതാക്കന്മാരുടെയും ഡാറ്റാസ് അവിടെ നിന്ന് കോപ്പി ചെയ്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇപ്പം നിരോധിക്കപ്പെട്ട സംഘടന ക്രിമിനലുകൾ അവർക്ക് കൊടുത്തത് അനസ് എന്ന് പറയുന്ന, അന്ന് ആലുവയിലായിരുന്നു തോന്നുന്നു, അനസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്തുകയും പിണറായി വിജയന്റെ പോലീസാ, എൻ്റെ പോലീസല്ല, നരേന്ദ്രമോദിയുടെ പോലീസല്ല, നരേന്ദ്രമോദിയുടെ വാപ്പാന്റെ പോലീസല്ല, നരേന്ദ്രമോദിയുടെ തന്തയുടെ പോലീസല്ലെന്ന്. വാപ്പാന്റെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ തന്തയുടെ പോലീസല്ല എന്ന് പിണറായി കാരണഭൂതന്റെ പോലീസ് കണ്ടെത്തിയ. ഏത് പോപ്പുലർ ഫ്രണ്ടുകാരൻ ഇവിടുന്ന് പോലീസിലെ ഡാറ്റാസ് മുഴുവൻ എടുത്തിട്ട് പോപ്പുലർ ഫ്രണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, നുഴഞ്ഞു കയറിയവർ. അപ്പോൾ പോലീസ് സ്പ്ലിറ്റായി, ഓപ്പറേഷൻ അവരെ അറിയിക്കാതായി. ഇപ്പം ഇന്ന് ഗുജറാത്ത് പോലീസിനകത്ത് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ 3 വെരിഫിക്കേഷനാണ്, ബാക്കിയുള്ളവർക്ക് ഒറ്റ വെരിഫിക്കേഷനേ ഉള്ളൂ. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ജൈനനാണെങ്കിലും ബുദ്ധനാണെങ്കിലും സിഖുകാരനാണെങ്കിലും ഒറ്റ വെരിഫിക്കേഷനേ ഉള്ളൂ. അവന് അടിസ്ഥാനപരമായി കേസിൻ്റെ ബാക്കിയുള്ളത്. ഇവർക്ക് 3 വെരിഫിക്കേഷനാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ വെരിഫിക്കേഷനാണ്. ഇവരുടെ ഡീലിങ്സ്, ഇവരുടെ ചെറുപ്പം തൊട്ടുള്ള വളർച്ച, ഇവരുടെ മനോഭാവം, ഇവരുടെ മതബോധം എല്ലാം വെരിഫിക്കേഷനാണ്. അതുകൊണ്ട് ഇന്ന് പിന്നെ ഗുജറാത്തിലെ പോലീസ് സേനയ്ക്കകത്ത് മുസ്ലിങ്ങളുടെ റിക്രൂട്ട്മെന്റ് വളരെ ചെറുതായി, ഇന്ത്യൻ ആർമിക്കകത്ത് ചെറുതായി. ഒരു കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിലേക്ക് ഞാൻ വരാം. ഇപ്പം ഇതിനകത്ത് തന്നെ ഗുജറാത്ത് കലാപം അടിച്ചമർത്താൻ നിർത്തിയത് നമ്മളെ നസീറുദ്ദീൻ ഷാ, ബോളിവുഡ് താരം, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടന്മാരിലൊരാൾ, അമരീഷ് പുരിയെ പോലെ, നമ്മുടെ മമ്മൂട്ടിയും പിന്നെ മോഹൻലാലും രജനീകാന്തും ഒക്കെ പോലെ നിൽക്കുന്നതിനേക്കാൾ അതിന് മേലെ നിൽക്കുന്ന ആൾക്കാരാണ് അമരീഷ് പുരി, നസീറുദ്ദീൻ ഷാ, ഓം പുരി എന്നൊക്കെ പറഞ്ഞ ആ നസീറുദ്ദീൻ ഷായുടെ സഹോദരൻ സമീറുദ്ദീൻ ഷാ ഇന്ത്യൻ കരസേനയുടെ ലെഫ്റ്റനന്റ് ജനറലായിരുന്നു, ഡെപ്യൂട്ടി ചീഫായിരുന്നു. കരസേന മേധാവി കഴിഞ്ഞ 2ാമത്തെ ആളാ. അദ്ദേഹത്തെയാണ് നിയോഗിച്ചത്. അങ്ങനെ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു മുസ്ലിം നാമധാരി ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് കൊടുക്കുമ്പം, കാരണം മിലിറ്ററി നല്ല ട്രെയിനിങ് കിട്ടി വന്നിട്ട് യുവമാർ പിന്നെ സുഡാപ്പികളുടെ ട്രെയിനിങ്ങിനാണ് പിന്നെ അടുത്ത് പോകുന്നേ. യുവമാരെ എങ്ങനെ വിശ്വസിച്ച് ആർമിയിൽ എടുക്കുന്നത്? രാജ്യത്തിനെതിരെ പണിയെടുക്കുക, കാശ്മീരിന് ആസാദി വേണമെന്ന് പറയുക. ആ രീതിയിലുള്ള ഇവിടുത്തെ മുസ്ലിം യുവതലമുറയെ നശിപ്പിക്കുകയാണ് ഈ തീവ്രവാദികൾ ചെയ്തത്. അവരുടെ അവസരങ്ങളില്ലാതെയൊക്കെയത്. അതുകൊണ്ടേ പറഞ്ഞേ മുസ്ലിങ്ങളുടെ ശത്രു മുസ്ലിം തീവ്രവാദികളെന്ന് പറഞ്ഞ്. അങ്ങനെ വിലാപയാത്ര പോയപ്പോൾ കലാപങ്ങളുണ്ടായി, എല്ലാം പ്രശ്നങ്ങളായി. 4 കമ്പനി സൈന്യം അവിടേക്ക് പോകുന്നു. സമീറുദ്ദീൻ ഷായുടെ നേതൃത്വത്തിൽ അവിടെ എത്തുന്നു. അത് എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ഗുജറാത്തിനകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കലാപത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമ്പത്തികമായ ക്രമക്കേടുകളും മാഫിയകളും തമ്മിലുള്ള യുദ്ധവുമായിരുന്നു. അല്ലാതെ ഇവന്മാർ കരുതുന്നമാരും അതുണ്ടാക്കാൻ വേണ്ടുന്നല്ല. 2016 ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാടായിട്ടുള്ള മഞ്ചേരിയിലെ തൃക്കലങ്കോട് പഞ്ചായത്തിലെ കൂമംഗലത്ത് പോകുമ്പോൾ എൻ്റെ കൂടെ വന്ന സുഹൃത്ത് ജീവിച്ചിരിപ്പുണ്ട്. മരിച്ചുപോയാളെ കുറിച്ച് പറയുന്നതിന് കുഴപ്പമില്ല. കൂട്ടുകരാപ്പാക്ക അവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്. കൂട്ടുകരാപ്പാക്കൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോണേ.
ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കൾ, അവർ ഗൾഫിൽ നിന്ന് വരാം. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ അബാക്കാൻ എടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടില്ല, എൻ്റെ പഴയതാണാണ്, ഞാൻ അങ്ങോട്ടില്ല, അവ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നോമ്പ് കാലത്താണ് എൻ്റെ കൂടെ വന്ന മുഴുവൻ മുസ്ലിം സുഹൃത്തുക്കളാണ്. അവരാണ് കുപ്പി മേടിക്കുന്നത്. അവർ ഓട്ടോറിക്ഷ ഡ്രൈവറെ വിട്ടിട്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് പിന്നെ വിശ്വാസമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറെ കൊണ്ട് പഠിപ്പിക്കുന്ന അവർ പറഞ്ഞു അവർക്ക് ബിയോളജി പോകാൻ പറ്റില്ല. ഞാൻ പറയാനും പോകില്ല, രായിട്ട് നിങ്ങൾ ഇരുന്നാൽ മതി, നിങ്ങളെല്ലാം സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു. 2016 ജൂലൈയിലല്ല, ഞാൻ ജൂലൈ 31 കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 1 വരുന്നത്. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും. ഏകദേശം 8 വർഷമാവാൻ 2 മാസമേ ബാക്കിയുള്ളൂ. ഇവരെല്ലാം ഗൾഫിൽ നിന്ന് വന്നവരാ. ആരെ പേരുകൾ പറയുന്നില്ല. എന്നിട്ട് പോയിട്ട് ഞാൻ നേരെ അബൂബക്കർ എടുത്തോളാം. അബൂബക്കർ പഞ്ചായത്ത് മെമ്പറായിരുന്നു, CPM-ൻ്റെ പഞ്ചായത്ത് മെമ്പറായിട്ട് മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ നിന്ന് സ്വതന്ത്രമായിട്ട് മത്സരിച്ച ഇപ്പോൾ അടുത്ത് മരിച്ചുപോയി. അബൂബക്കർ ഞാൻ നല്ല ബന്ധമൊക്കെ ഉണ്ടായിരുന്നു, പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ കുറേ സ്വഭാവങ്ങളിലേക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ പുള്ളി ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മഞ്ചേരിയിൽ വരുന്ന എല്ലാ പുതിയ പോലീസ് ഉദ്യോഗസ്ഥർക്കും അവിടെ താമസിക്കാൻ ഫ്രീ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റൂമുകളുള്ള സൗകര്യം. KSB-യിലെ സബ് എഞ്ചിനീയർക്ക് അവിടെ താമസിക്കാം, AEക്ക് അവിടെ താമസിക്കാം, വില്ലേജ് ഓഫീസർക്ക് താമസിക്കാം, പഞ്ചായത്ത് സെക്രട്ടറിക്ക് താമസിക്കാം. അങ്ങനെയല്ലേ, കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ എല്ലാ പരിപാടിയും നടക്കും. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിച്ചപ്പോൾ പുള്ളി 2-3 അടിച്ചിട്ട് 2-3 പെക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി കഴിക്കുന്നില്ല. പുള്ളി അല്ല, ഞാനാണ് മൗലവി കമ്മിറ്റിൻ്റെ പ്രസിഡന്റ്, ഇച്ചൊന്ന് വൈകുന്നേരം അവിടെ നോമ്പ് വർക്കലുണ്ട്, അപ്പം ഇച്ച മണടിച്ചാൽ അവിടെ പോകാൻ പറ്റില്ല, എനിക്കുള്ള പെഗ് നിങ്ങളോട് വെച്ചാൽ മതി, ഞാൻ നോമ്പ് വർക്കൽ കഴിഞ്ഞിട്ട് വന്ന് അടിച്ചോളാം എന്നാണ്. ഇത്രയേ ഉള്ളൂ ഈ മതവും കോപ്പും എന്നൊക്കെ പറയണേ, മനസ്സിലായോ? എൻ്റെ കൂടെ പന്നിയിറച്ചി കഴിക്കുന്ന ഒരു മോഡൽ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവർക്ക് അവരെ വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം മരുമക്കളുടെ ഭാഷയിലുണ്ടായാൽ എൻ്റെ പപ്പട പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് പലരും, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവർ മേടിച്ചുകൊണ്ടിരും, അവർ വേണ്ട മസാലയും മേടിച്ചുകൊണ്ടിരുന്ന ചുങ്കത്ര താമസിക്കുമ്പോൾ എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കും. ബീഫ് നായമാർ നമ്പൂരിമാരായിട്ടുള്ള ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ബീഫ് മേടിച്ചിരുന്ന അവർക്ക് എന്താ വെച്ചാൽ അമ്പലത്തിനടുത്ത് താമസിക്കുന്നുണ്ട്. അവർക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല, വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ ബീഫ് തരുന്നില്ല, ബീഫ് കഴിക്കുന്നതിന് തരില്ല, പുറത്ത് ഹോട്ടലിൽ പോകുമ്പോൾ കഴിക്കും. പക്ഷേ അമ്പലത്തിനടുത്തായതുകൊണ്ട് ബീഫിൻ്റെ സ്മെല്ല് കിട്ടിയാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്ടാന്ന് എഴുതിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ച ആളാണ് ഞാൻ. എനിക്കത് കുന്താ, എനിക്ക് പച്ചക്കറി മാത്രം കഴിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടില്ല. പച്ചക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഈ മതം എന്ന് പറയുന്ന കോപ്പ് ആദ്യം ഇത്തരം ഭക്ഷണ രീതിയിൽ, സമീപന രീതിയിൽ, വസ്ത്രധാരണ രീതിയിൽ, സംസാര രീതിയിൽ ഒഴിവാക്കിയിട്ട് അവനുണ്ട് വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക, ആരോടെയും പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ എത്തണം. അതുകൊണ്ടാണ് ഇതിലേക്ക് വരാം. ഈ 4 കമ്പനി സൈന്യം വന്നു, അങ്ങനെ അടിച്ചമർത്തുന്നത്. ഇനി മുംബൈ അധോലോകത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. മുംബൈ അധോലോകം, ഈ ഗുജറാത്തിലും അധോലോക പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ കലാപം ഉണ്ടായത് മുഴുവൻ. കാരണം ഗുജറാത്ത് പോർബന്തറിലാണ് നമ്മുടെ ഗാന്ധിജി ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ജന്മഭൂമി എന്ന രീതിയിൽ മദ്യം നിരോധിക്കപ്പെട്ട നാടാണ്. അവിടെ മദ്യം മാഫിയയെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത്, അനധികൃതമായി മദ്യം കൊണ്ടുവന്നിരുന്നത്, അനധികൃതമായി വാറ്റി കൃത്രിമ മദ്യം ഉണ്ടാക്കിയിരുന്നത് എല്ലാം ഈ ഇസ്ലാമതത്തിലെ പെട്ട അതിൻ്റെ മതത്തിൻ്റെ പേരിൽ മുതലെടുക്കുന്ന, അവർ മതവിശ്വാസികളാണോ എന്നുള്ളത് നമുക്കറിയില്ല, പ്രാദേശിക ഗുണ്ടകളായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, ബംഗാളിലും ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ നടന്നുകൊണ്ടിരുന്നു. ഇപ്പം എല്ലായിടത്തും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. ബംഗാളിൽ മാത്രമുള്ള അടിച്ചമർത്താത്ത, ഇനിയിപ്പോൾ അമർത്തിക്കോളും. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇപ്പോൾ ഈ മുംബൈ അധോലോകം ഇതിൻ്റെ കേന്ദ്രമായിരുന്നു. നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. മുംബൈ അധോലോകം ഏകദേശം 80-70% മറാത്തികൾ, ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന, അതുമല്ല തീവ്രമായി ഹിന്ദുത്വ ബോധത്തിൽ നിൽക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന ഉള്ള ഒരു മണ്ണാണ് മഹാരാഷ്ട്ര. അവർക്ക് സവർക്കർ വീരപുരുഷനാണ്, അവർക്ക് ഛത്രപതി ശിവജി വീരപുരുഷനാണ്. അതുകൊണ്ടാണല്ലോ സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി ഒറ്റ പറഞ്ഞിട്ടുള്ളൂ. സവർക്കർ ഷൂ നക്കി അതൊക്കെ പറഞ്ഞ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ മിണ്ടലട നായിൻ്റെ മോനെന്ന് പറഞ്ഞു. ഉദ്ധവ് താക്കറെയും NCPയുടെ നേതാവ് ശരത് പവാറും. പിന്നെ ഓൻ തൊള്ള നിൽക്കില്ല. രാഹുൽ ഗാന്ധി, ഞാനിപ്പോൾ കോൺഗ്രസ്സുകാർ മുഴുവൻ ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ ഞാൻ പറയാം, ഒറ്റ വാപ്പാക്ക് രാഹുൽ ഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്ക് പറഞ്ഞവനാണെങ്കിൽ ആണോ എനിക്കറിയില്ല, അത് വല്ല ഇറ്റലിക്കാരനുണ്ടായതാണോ എന്നൊക്കറിയില്ല. ഒറ്റ വാപ്പാക്ക് പറഞ്ഞവനാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒറ്റ കൂടി പറയും, സവർക്കർ മാപ്പ് പറഞ്ഞവനാണ്, സവർക്കർ ഒന്നിനും കൊള്ളാത്തവനാണ്, സവർക്കർ രാജ്യദ്രോഹിയാണെന്നൊരു ഒറ്റ വാക്ക് പറ. ഒരിക്കൽ കൂടി ആ പ്രസ്താവന ആവർത്തിക്കുന്നുള്ളത് 2022 ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അയച്ചും കൊടുത്തതാണ്. എന്താ നിങ്ങളിങ്ങനെ ദ്രോഹിക്കണമെന്നാണ് ചോദിച്ചതിനോട്.
ആ ഉറപ്പുണ്ടാവില്ലെന്നേ, ഓന് ധൈര്യമില്ലാന്നേ. ഓൻ വെറുതെ തൊള്ളി തോന്നുന്ന വർത്താനം ആരെങ്കിലും പറഞ്ഞ് കേസ് വേണോപാല് രാത്രി ഒപ്പം കിടക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വർത്താനം പറഞ്ഞ് വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു ഫീമെയിൽ ഹോർമോൺ കൂടുതലുണ്ടെങ്കിൽ അത് വേറെ വെക്കുക. അവന് മെയിൽ ഹോർമോൺ ഉണ്ടെന്നുള്ളതാണല്ലോ ഇപ്പോൾ തെളിയിച്ചത്. രണ്ടുണ്ടല്ലോ. ബൈസെക്ഷൽ ആണെന്നുള്ളതാണല്ലോ ബോധ്യപ്പെടുന്നത്. സത്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഓൻ നിഷേധിക്കട്ടെ. കേസുമായിട്ട് മാത്രമേ ബന്ധമുള്ളെങ്കിൽ ഓക്കെ, ബൈസെക്ഷൽ അല്ല, ട്രാൻസ് വുമൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. അതേസമയം അപ്പുറത്ത് ഈ പെൺകുട്ടിയിൽ കുട്ടികളുണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടു. ഞാനൊരു സാധനം ഉത്തരവാദിത്വം പോയിട്ടെ കേസ് വരട്ടെ എന്ന് പറഞ്ഞേ. കോൺഗ്രസ്സുകാർ മുഴുവൻ ഉണ്ടല്ലോ, ഒരു നാഷണൽ പാർട്ടിയല്ലേ വെല്ലുവിളിക്കണേ. ഇവർക്ക് ഡിഫാമേഷൻ കേസ് കൊടുക്കാമല്ലോ, ഇവർക്ക് ക്രിമിനൽ കേസ് കൊടുക്കാമല്ലോ. ആ കേസ്, ആ ആരോപണം തെറ്റാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കട്ടെ. അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈസെക്ഷൽ ആണെന്നല്ലേ ഞാൻ വിശ്വസിക്കേണ്ടത്. സ്വാഭാവികമല്ലേ അത്? കളിക്കാൻ വരുമ്പോൾ കുറച്ച് ബുദ്ധിയുണ്ട്. ഇവിടെ ഏതോ ഒരു ഭാഗത്തുണ്ട്, എവിടെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി അടുത്തത് ഈ മുംബൈ അധോലോകം ഭരിച്ചതാരാ? വാൾത്താക്കറെ കുറച്ചു കാലം കൊണ്ടുവന്നെങ്കിലും ആദ്യം തുടങ്ങിയത് ദാവൂദ് ഇബ്രാഹിം. പേര് ശ്രദ്ധിക്കുക, ദാവൂദ് ഇബ്രാഹിം. മുംബൈയിൽ ഏറ്റവും കൂടുതൽ വസിക്കുന്നവരാ ഹിന്ദുക്കൾ. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ജനസംഖ്യ ആരാ? ഹിന്ദുക്കൾ. അവിടെ മനുഷ്യരെ ഭീഷണിപ്പെടുത്തിയും പറ്റിച്ചും വഞ്ചിച്ചും കൂട്ടബലാത്സംഗം ചെയ്തും ഇഷ്ടമുള്ള പെണ്ണിനെ വഴിയും തട്ടിക്കൊണ്ടിട്ടും തോന്നുന്ന മനുഷ്യരെ വടി വെച്ച് കൊന്നിട്ടും ആ നാടിനെ ഒരു ക്രിമിനൽ കേന്ദ്രമാക്കി മാറ്റിയതിൻ്റെ തുടക്കക്കാരനായ ദാവൂദ് ഇബ്രാഹിം. രണ്ടാമനല്ല, ദാവൂദ് ഇബ്രാഹിമിൻ്റെ അത്രയും പ്രശസ്തി ഇല്ലെങ്കിൽ അതിന് മുമ്പ് തുടങ്ങി വെച്ചത് ഹാജി മസ്താൻ, തമിഴ്നാട്ടുകാരൻ. ഹാജി മസ്താൻ ഹജ്ജിനൊക്കെ പോയാനാ? ഹജ്ജിന് പോയിട്ടാണത് പഠിച്ചതെന്ന് എനിക്കറിയില്ല. മറ്റവൻ്റെ അടുത്ത് അവിടെ പോയപ്പോൾ കല്ലെറിയാൻ പോയപ്പോൾ പഠിച്ചോണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. മുസ്ലിം സഹോദരന്മാർ ഇതിനകത്ത് അഭിപ്രായം പറയണം. ഹാജി മസ്താൻ, ഹാജി എന്നുള്ള പേര് അവനെ ഉപയോഗിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തെങ്കിൽ എല്ലാ ഹാജിമാരും വൃത്തികെട്ടവന്മാരാണെന്ന് ഞാൻ പറയും. ഇവിടെ തോമസ് കോട്ടൂരും ജോസ് പുത്രികയിലും പോലെയുള്ള അച്ഛന്മാർ അഭയകേസിനകത്ത് പ്രതികളായപ്പോൾ അവർക്കെതിരെ അത്രയും അധിക്ഷേപിക്കാവുന്ന എല്ലാ വാക്കുകളും ഉപയോഗിച്ച് സംസാരിച്ച ഒരാളെന്നുള്ള രീതിയിൽ സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ വൃത്തിയോട്ട് ഇപ്പോൾ ചത്തുപോയി, ഒരു സ്വാമി, കപട സന്യാസി, അവൻ തോന്നിയാസം കാണിച്ചപ്പോൾ അവനെതിരെ സംസാരിച്ച ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് അർഹതയുണ്ട്. ഇമാതിരി ഹാജിമാർ, ഇങ്ങനെ ഉസ്താദുമാർ, ഏത് മറ്റോടത്തെ കോപ്പിലെ അവന്മാരാണെങ്കിലും എനിക്ക് പറയാൻ ധൈര്യമുണ്ട്, എനിക്ക് പറയാൻ അവകാശമുണ്ട്. കാരണം അവിടെ മതമില്ല, വേറൊന്നുമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നിങ്ങൾ തള്ളി പറയുമോ എന്നുള്ളതാണ്. ഹാജി മസ്താൻ, കരീം ലാല അടുത്തത് 3ആയി. ദാവൂദ് ഇബ്രാഹിം, ഹാജി മസ്താൻ, കരീം ലാല. ഛോട്ടാ ഷക്കീൽ അടുത്തത് 4-ാമത്തെ ആള്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ അടുത്ത ആള് അബു സലീം 5-ാമത്തെ ആള്. പിന്നെ വരുന്നത് ഛോട്ടാ രാജൻ. ഛോട്ടാ രാജൻ അയാൾ ബുദ്ധമതക്കാരനായിരുന്നു, അഹിംസയുടെ മതത്തിൽപ്പെട്ട ആളാണ്. ഒരേ ഒരു ഹിന്ദു ആണ് അതിൽപ്പെട്ട. 5 മുസ്ലിങ്ങൾ, ഒരു ബുദ്ധമതക്കാരൻ, ഒരു ഹിന്ദു, അരുൺ ഗാവരി. ആ ഹിന്ദു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയിൽ 90% വരുന്ന ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനത്ത്, ഹൈന്ദവ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത്, ഛത്രപതി ദേശീയതയെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത്, സവർക്കറുടെ പിൻഗാമികളെന്ന പാരമ്പര്യ ബോധത്തിൽ അഭിമാനിക്കുന്നൊരു സംസ്ഥാനത്ത് 7 ക്രിമിനലുകൾ ഉണ്ടായാലും ഒരേ ഒരു ഹിന്ദു, ഒരേ ഒരു ബുദ്ധമതക്കാരൻ, 5 പേര് ഗുണ്ടാസംഘങ്ങളുടെ തലപ്പത്തിരുന്നത് മുസ്ലിങ്ങൾ. തിരിച്ചറിയുണ്ടായി പിന്നീട്. ഇതേപോലെ തന്നെ മദ്യമാഫിയ ഗുജറാത്തിൽ കളിച്ചത്. നമ്മുടെ നാട്ടിൽ ഈ ആൾക്കാർ കള്ളുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 10 ലിറ്ററിൻ്റെ കന്നാസിൽ വാഷ് കലക്കി വെച്ചിട്ട് കുക്കറിലോ അല്ലെങ്കിൽ മറ്റേ ചട്ടിയിലൊക്കെ മാറ്റിയിട്ട് ഓരോ 1-1.5 ലിറ്റർ ചാരായം ഉണ്ടാക്കി അതിൽ 1/2 ലിറ്റർ പോകും കുടിക്കും, 1 ലിറ്റർ ആർക്കെങ്കിലും വിൽക്കും. കാരണം വെച്ചാൽ പിന്നെ ഈ സാധനം മേടിക്കാൻ, ചക്കര മേടിക്കാനും ഈസ്റ്റ് മേടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ള പരിപാടിയല്ല. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസമായിട്ട് നടത്തുന്നൊരു 100 ലിറ്റർ ഉണ്ടാക്കി ഒരു 10 ലിറ്റർ 100 ലിറ്റർ വാഷ് കലക്കി ഒരു 10, 20, 15 ലിറ്റർ ചാരായം കിട്ടി. എന്നൊരു 2 ലിറ്റർ അവരെടുത്ത് ബാക്കി 13 ലിറ്റർ വിറ്റ് വേണം ചെറിയ അരി വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ വികലാംഗനോ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് പോകുന്നവരുള്ള പരിപാടിയല്ല. 5000 ലിറ്ററിൻ്റെയൊക്കെ ടാങ്ക് വെച്ച് അതിൽ വാഷ് കലക്കി വെച്ചിട്ട്, അങ്ങനെ 5000 ലിറ്ററിൻ്റെ 5-6 ടാങ്ക് കലക്കി വെച്ചിട്ട് നമ്മുടെ വാട്ടർ അതോറിറ്റി വെക്കുന്ന മാതിരി 14 ലിറ്ററിൻ്റെ കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാക്കിയിട്ട് റിമോട്ട് ഏരിയയിൽ അവിടെ കൊണ്ടുപോയി, അർബൻ ഏരിയയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ ഈ ടാങ്ക് ഉണ്ടാക്കിയിട്ട് വാട്ടർ സപ്ലൈ പോലെയുള്ള സംവിധാനങ്ങൾ എന്നുള്ള NGO എന്നുള്ള പേരിൽ വന്നിട്ട് ഇവന്മാർ ഇതിനകത്ത് കലക്കി വെക്കുക. അത് തോന്നുന്ന എല്ലാ വിഷവും ഇട്ടിട്ട് കലക്കിയിട്ട് ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ടാപ്പ് വഴി ബോട്ടിലിംഗ് നടത്തുക. അങ്ങനെ വിട്ടുകൊണ്ടിരുന്നു.
ഇവരാണ് ആര് സി എം ആവണം തീരുമാനിക്കുന്നത്. ഒരു സി എമ്മിനെ വിലക്കെടുക്കാൻ അവർക്ക് പറ്റും. കാരണം അവർക്ക് കുതിര കച്ചവടം നടത്തിയിട്ട് 10-15 MLA വിലക്കെടുക്കാൻ പറ്റുന്ന കോടീശ്വരന്മാരായിരുന്നു. ഇവർ തമ്മിലുള്ള കുടിപ്പൊക്കെ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ബാറിൽ വരെ ബൗൺസർമാരുണ്ട്. ബാറിൽ ആരെയും പോയിട്ട് അലമ്പുണ്ടാക്കി വളരെ കുറച്ച് അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ ഇടിക്കാൻ ആളുണ്ട്, ബൗൺസർമാരുണ്ട്. ഒരു പ്രോഗ്രാം നടത്തുക, അമ്മയുടെ മീറ്റിംഗ് നടത്തുക, ബൗൺസർമാരുണ്ട്. എന്തിനാ ആൾക്കാർ ഈ ആരാധകർ കയറി വന്നാൽ ഇടിക്കാൻ വേണ്ടി ബൗൺസർമാരെ നിർത്തുക. ബൗൺസർ എന്നുള്ള പേരെന്താ? ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രതീകമല്ലേ ബൗൺസർ എന്ന് പറഞ്ഞാൽ ഇടിക്കാൻ വേണ്ടി നിർത്തണമാണെന്നേ. എന്ത് ഇവന്മാർക്ക്? അപ്പോൾ നമ്മൾ പിണറായി വിജയൻ്റെ ഈ സെക്യൂരിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനിപ്പോഴും ചിന്തിക്കുക, ഈ ബൗൺസർമാരെന്തിനാ നിർത്തണേ? മനുഷ്യൻ സ്നേഹത്തോടെ ആരാധനയോടും കൂടി വരുന്ന, അല്ലാതെ കൊല്ലാൻ വരുന്നല്ലോ. കുറച്ച് മാറി നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ആരാധനയുള്ള ആത്മാർത്ഥമായിട്ട് അവരോട് സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊരുത്തരോടും ആരാധനയില്ല. ജീവിതത്തിൽ ഇന്ന് വരെ അവരോട് ആരാധന വന്നിട്ടില്ല. ആദരവ് തോന്നിയിട്ടുണ്ട്. ആദരവും ആരാധനയും രണ്ട് വാക്കും വ്യത്യസ്ത. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഇവർ ബൗൺസർ ഇത് വയ്ക്കുക. പണ്ട് നമ്മളെ നാട്ടിൽ ഈ ചാരായ റേഞ്ചുകളുണ്ട്, ചാരായ കച്ചവടം ഉണ്ടായിരുന്ന കാലത്ത് റേഞ്ചുകൾ എടുക്കുന്ന അബ്ഗാരി കോൺട്രാക്ടർമാർ തമ്മിൽ കുടിപ്പൊക്കെ അവർക്ക് ഗുണ്ടകളെ കൊണ്ടെടുക്കുന്നത്. അതേമാതിരിയാണ് ഇവർ കൊണ്ടെടുക്കുന്നത്. ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മദ്യ നിരോധനം ഗുജറാത്തിലുണ്ട്. പക്ഷേ അതിനോട് ചേർന്ന് കിടക്കുന്ന ബോർഡറിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായിട്ട് കയറ്റിയത് ഇതൊക്കെ ഇവരെ കുത്തകയായിരുന്നു. എല്ലാത്തിലും 99% ഈ മുസ്ലിം മതത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വ്യഭിചരിച്ച് ജീവിക്കുന്ന ഈ ക്രിമിനലുകളായിരുന്നു. പാവപ്പെട്ടവന്മാർ അതിൽ പോയി പെട്ടുപോവുക ഇതിൻ്റെ ഭാഗമായിട്ട്, ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട്. കാരണം മൂപ്പര് കാരണം വെച്ചാൽ പള്ളിക്കൽ കുറച്ച് സംഭാവന കൊടുക്കും. പടച്ചോനെ ഇയാൾ പടച്ചോൻ്റെ സ്വന്തം ആളാണല്ലോ. മുഹമ്മദ് നബി ഭൂമിക്ക് കണ്ട് ഇറങ്ങി വന്നാൽ മതിയാ അവർ സ്വീകരിക്കുക. ബുദ്ധിയില്ലാത്ത ടീമാണെന്ത്. സ്കൂളിൽ പോയിട്ടില്ലല്ലോ, മദ്രസയിൽ മാത്രമല്ലേ പോയിട്ടുള്ളൂ. 4-5 ക്ലാസ് എന്ന് വെച്ചാൽ ഒരു ആൾ കല്യാണം കഴിക്കും, ഓനെന്താ വെച്ചാൽ 4-5 കല്യാണം കഴിക്കും. ഒരു ആദ്യത്തെ കല്യാണം കഴിച്ചാൽ 5 കുട്ടികൾ ഉണ്ടാക്കും. കാരണം മുത്തലാഖ് ബില്ലൊന്നും വന്നിട്ടില്ല. ഒരു 5 കുട്ടിയെ ഉണ്ടാക്കും. 5 കൊല്ലം കൊണ്ട് 5 കുട്ടിയെ ഉണ്ടാക്കും. ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ 10 മാസം മതിയല്ലോ. 10 മാസമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒന്ന് പ്രസവ ശുശ്രൂഷ കഴിഞ്ഞ് റെഡി ആകുമ്പോൾ 2 മാസം ആകുമ്പോഴത്തേക്ക് അടുത്ത കുട്ടിയെ പാക്കപ്പ് ചെയ്യും. പിന്നെ അടുത്ത 10 മാസം കൊണ്ട് അടുത്തതായി, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അടുത്തതായി. അങ്ങനെ 4 ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവളെ താല്പര്യമില്ല. അവന് പിന്നെ അടുത്ത പുതിയ പൂവിൻ്റെ തേനും തേടിപ്പോവും. അടുത്തതിനെ കല്യാണം കഴിക്കും, അതിൽ 4 കുട്ടികളുണ്ടാക്കും. അടുത്തതിനെ കല്യാണം കഴിക്കും, അതിൽ 4 കുട്ടികൾ. ഇങ്ങനെ 4-5 കല്യാണം കഴിച്ചിട്ട് അതിൽ 5 മുത്തലാഖ് ബില്ല് വന്നിട്ടില്ല. ശരീരത്ത് നിയമമാണെന്നുണ്ടായിരുന്നു. നരേന്ദ്രമോദിയാണ് മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നത്. അണ്ട് ഈ കുട്ടികൾ 10 രൂപ കുട്ടികളുണ്ടാവും. ഈ കുട്ടികളൊന്നും തിരിഞ്ഞു നോക്കില്ല. ഐറ്റങ്ങൾക്ക് പഠിപ്പിക്കാൻ ഈ ഉമ്മാൻ്റെ കുടുംബത്തിനെ കൊണ്ട് കഴിയൂല. അപ്പോൾ ഐറ്റങ്ങൾ 4-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലൊക്കെ പഠിത്തം നിർത്തി എഴുത്തും വായന വരെ അറിയാത്ത കുറേ പേരുണ്ട്. ഇവർ പ്രകൃതി വിരുദ്ധത്തിന് വിധേയരായിട്ട് പോകും, അല്ലെങ്കിൽ ബാക്കി കഞ്ചാവ് വെച്ചുകൊടുത്തിട്ട് പോകും. അവർ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോകും. അവർ ടയർ കമ്പനിയിൽ കാറ്റടിക്കാൻ നിൽക്കും. അവർ ചായക്കടയിൽ ഗ്ലാസ് ഉടയ്ക്കാൻ നിൽക്കും. ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഒരു തലമുറയെ നശിപ്പിച്ച സംസ്കാരമാണ്. അതിനെയാണ് നരേന്ദ്രമോദി പൊളിച്ചെഴുതിയത് മുത്തലാഖിലൂടെ. അത് മനസ്സിലാക്കണം. എന്നിട്ട് വന്നിട്ട് ഇവർ പിന്നെ ഗുജറാത്തിലേക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരികയാണ്. ഗുജറാത്തിലേക്ക് വീണ്ടും വരുമ്പോൾ എന്താ സ്ഥിതി? ഇവർ ഈ ഗുണ്ടാരാജിനും എല്ലാം തടയിട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഭയങ്കര അതിലും പ്രതിഷേധമായി. ഇപ്പം ഗൾഫിൽ ബംഗ്ലാദേശികളുടെ പ്രതിഷേധം നിങ്ങൾക്ക് അറിയാലോ, ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രതിഷേധം അറിയാലോ. ഇപ്പം ബംഗ്ലാദേശിലുള്ള പ്രതിഷേധം എന്താ? ഹിന്ദുക്കളെ ക്ഷേത്രം കൊള്ളയടിക്കുക, ഹിന്ദുക്കളെ പീഡിപ്പിക്കുക, ബലാത്സംഗം, കൊലപാതകം, ജീവനോടെ തൊലിയിരിക്കുക, ഹിന്ദുക്കളെല്ലാം പിടിച്ച് ശരിയാക്കുക. ക്രിസ്ത്യാനികളും സിഖുകാരും കുറച്ച് സേഫാണെന്ന് തോന്നുന്നു. ഹിന്ദുക്കളെ കൊല്ലുക, അതാണ് പോലെ മെയിൻ പരിപാടി. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം. ഇവിടെ ഇപ്പം UK എന്താണെന്നേ, UK ഇവർക്ക് അറബ് രാജ്യങ്ങളിൽ പോയിട്ട് അറബ് രാജ്യങ്ങളിൽ ആരെങ്കിലും ഇവർക്ക് വിസ കൊടുക്കുക, ഈ പൊട്ടന്മാർക്ക്, ഈ പാകിസ്ഥാനിൽ കൊടുക്കുക. അപ്പോൾ ഈ UK US ഒക്കെ അവർക്ക് വിസ കൊടുത്തിട്ടുണ്ട്. UK ഇപ്പോഴത്തെ ലണ്ടനിലെ മേയർ സാദിഖ് അൻസാരി, അങ്ങനെ സാദിഖാണ് എന്തോളം, അദ്ദേഹം പാകിസ്ഥാനി വംശനാണ്. ലണ്ടനിലെ മേയറായിട്ട് 3-ാം തവണ തിരഞ്ഞെടുത്തു. അവരുടെ ആ നാട്ടിലെ മനുഷ്യരുടെ ഒരു മതേതര ബോധത്തെ ബഹുമാനിച്ച് അവിടെ അടങ്ങി നീങ്ങിക്കണ്ടേ. ഇവരപ്പം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഇവരവിടെ ഭരിക്കാൻ പോയി. അപ്പോൾ അവർ തിരിച്ചടിക്കുന്നേ. ആരും തിരിച്ചടിക്കൂലേ? തൊള്ള കൈയിട്ട് ആരും കടിക്കൂലേ? എൻ്റെ വീട്ടിലൊരാൾക്ക് ഞാൻ വഴി കൂടെ പോകുമ്പോൾ ഒരാൾക്ക് താമസിക്കാൻ സൗകര്യമില്ല എന്ന് 2 ദിവസം നിൽക്കാൻ പറ്റും. ഇവൻ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് ഈ കട്ടിൽ ഇങ്ങനെ ഇല്ലാറുണ്ട്, ഈ മേശ ഇങ്ങനെ ഇല്ലാറുണ്ട്, അതങ്ങനെ ഇല്ലാറുണ്ടത്, ഇവിടെ എന്താ പുല്ല് പറിക്കാത്തെന്നൊക്കെ ചോദിച്ചു ഞാൻ ഇറങ്ങിപ്പോടാൻ അത് പറയുമല്ലോ നമ്മൾ. അപ്പോൾ ഈ പരിപാടി തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളത് ഇവന്മാർ. വേണ്ട, കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്? ഇപ്പോൾ UK കാര്യം വിട്. അരിയും മലരും കാത്തു വെച്ചോളൂ, അത് ഹിന്ദുക്കളെ കൊല്ലാന്ന് പറയാം. കുന്തിരിക്കം കത്തിച്ചോളൂ, ക്രിസ്ത്യാനികളെ മുഴുവൻ കൊല്ലുന്നു. ആരാ പറഞ്ഞ? സുഡാപ്പികൾ, മുസ്ലിം തീവ്രവാദികൾ പറഞ്ഞതാ. അപ്പോൾ അവന്മാർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആരെയും നിർത്തും. ഇവിടെ ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, പാഴ്സികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, സിഖുകാരനുണ്ട്. ഈ സിഖുകാരനെയും ബുദ്ധമതക്കാരനെയും ജൈനനെയും പാഴ്സിയെയും എല്ലാവരെയും ക്രിസ്ത്യാനിയും എല്ലാം കൊല്ലുന്നല്ലേ പറഞ്ഞതിനർത്ഥം? സിമ്പിളല്ലേ?
പോലീസുകാരൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയാം, അവൻ്റെ വീടറിയാം, അവൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലം അറിയാം, അവൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനം അറിയാമെന്ന് പറഞ്ഞത് ആലപ്പുഴയിൽ കൊല ചെയ്യപ്പെട്ട ഷാൻ എന്ന് പറയുന്നത് കൊല ചെയ്യപ്പെട്ടവനല്ല, അവന് വീരമരണം കിട്ടിയെന്നാണ് ഞാൻ പറയണത്. അവൻ കുറച്ച് കാലം കൂടെ ജീവിച്ച് എത്രയോ മനുഷ്യച്ചാവും. ഇത് അവനൊറ്റ ഒരാളല്ലേ എത്തുള്ളൂ. ക്രിമിനൽ ഒരു മനുഷ്യൻ ചത്തു എന്ന വാർത്ത കേട്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഷാനിൻ്റെ മരണത്തിലാണ്. ഞാൻ ആദ്യം ഷാനിനെ വെട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ വൈകാരികമായിട്ട്, കാരണം ഷാൻ്റെ ഉപ്പായുടെ ബൈറ്റ് കണ്ടു, ഷാൻ്റെ ഫാമിലിയുടെ ബൈറ്റ് ഭാര്യയുടെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ ഒരു ലൈവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നായപ്പോൾ ഇവൻ്റെ പ്രസംഗങ്ങളൊക്കെ കൂടെ ഇരുന്നത്. അപ്പോൾ ഞാൻ തിരുത്തി, ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ചെയ്തത് തെറ്റായിപ്പോയി, അവൻ ചാവേണ്ടവനായിരുന്നു എന്ന് പറഞ്ഞു. അവനെപ്പോഴും കൊല്ലപ്പെടേണ്ടവനാണ്, അവനൊക്കെ ജീവിക്കാൻ അർഹനല്ല. അവൻ്റെ കുഞ്ഞുങ്ങളും അവൻ്റെ ഭാര്യയൊക്കെ അനുഭവിക്കുന്ന അനാഥത്വത്തിൽ വിഷമമുണ്ട്. പക്ഷേ അവൻ കാരണം നൂറുകണക്കിന് ആൾക്കാർ അനാഥരാകുന്നതിനേക്കാൾ നല്ലത് ഈ 2 കുഞ്ഞുങ്ങളെയും ഇത്തേയും അനാഥരാകുകയും ആ വാപ്പാക്ക് മകനില്ലാതെയാകുകയല്ലേ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവൻ കാരണം നൂറുകണക്കിന് വാപ്പന്മാർക്ക് അച്ഛന്മാർക്ക് മക്കളില്ലാതെയാവില്ലേ. കുഞ്ഞുങ്ങളവരെ കൊല്ലുന്നല്ലേ പറഞ്ഞിട്ടില്ല ഇമാര് തോന്നിവാസി. വേണ്ട, ജോസഫ് മാഷ് കൈവെട്ടി സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ മൊസാദിനെ പ്രതിരോധിക്കാൻ, ഇസ്രായേൽ തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ. പിന്നെ കൊള്ളാന്ന് പറഞ്ഞാൽ പല സ്ഥിരം പരിപാടി. ഹിന്ദുക്കളെ കട തെരഞ്ഞു പിടിച്ചേക്കുള്ളൂ. ക്രിസ്ത്യാനികൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സിഖുകാർക്കും കുഴപ്പമില്ല. ഹിന്ദുക്കളെ കട ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പരിപാടി അല്ല കൊള്ളടിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവർ ഈ കക്കലും പിടിക്കലും ആക്രമിക്കലും കുറേ കാലമായി. അപ്പോൾ അതിൽ സഹി കേട്ട ഭൂരിപക്ഷ സമൂഹം. ശശികല ടീച്ചർ പണ്ട് പറഞ്ഞപ്പോൾ ഹിന്ദു ഉണർന്നൊന്നുമില്ല. കാരണം ശശികല ടീച്ചർ വിളിച്ചു കഴിഞ്ഞാൽ ഹിന്ദു ഉണരില്ല. കാരണം കാരണം മൂപ്പത്തിയാർക്കന്നെ എന്താ പറയണമെന്നുള്ളത് ബോധമില്ല. പക്ഷേ അവിടെ ഈ വിഷയം വന്നപ്പോൾ ജസ്റ്റ് എ കാൾ ഫോർ ഹിന്ദു ഉണർന്നു, ഭൂരിപക്ഷ സമുദായം ഉണർന്നു, തിരിച്ചടിച്ചു, കഴിഞ്ഞു. അതിനുശേഷം അവിടെ കലാപം ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശുദ്ധീകരിച്ചെടുത്തു അതിനെ. കുത്തുബുദ്ദീൻ അൻസാരിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ബിൽക്കിസ് ബാനിൻ്റെ കാര്യത്തിലുള്ള സങ്കടം ഞാൻ പറഞ്ഞു, ഒക്കെ പങ്കുവെച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇത് ഭയങ്കര തിരിച്ചടിയായി ഗുജറാത്തിൽ. ഇപ്പോൾ മഹാരാഷ്ട്രയിലും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ഈ നോക്കുകൂലി മേടിക്കലും ഈ ഭീഷണിപ്പെടുത്തി പിരിവുടി മേടിക്കലൊക്കെ ആയിരുന്നു. ദാവൂദ് ഇബ്രാഹിം ആദ്യം മേടിക്കുന്നു. ദാവൂദ് ഇബ്രാഹിം ഔട്ടായപ്പോൾ താക്കറെ ആയിരുന്നു മൊത്തം ബോളിവുഡിൽ മില്ലുടമകളുടെ അടുത്ത് നിന്നൊക്കെ മേടിക്കുക. പിന്നെ അവർ മാസപ്പടി കൃത്യമായിട്ട് ശരത് പവാർ കൊടുക്കായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ ഇക്വേഷൻ മാറിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് നിയന്ത്രണം എന്നുള്ളത് വന്നപ്പം ഇവർക്ക് വല്ലാതെ ഫണ്ട് കിട്ടുന്നില്ല. ഗുജറാത്തിലും കോൺഗ്രസിനും ഫണ്ട് കിട്ടാതെയായി, വ്യവസായികൾ ഫണ്ട് കൊടുക്കാതെയായി. കാരണം വെച്ചാൽ അവിടെ ഭയങ്കര ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റായിട്ട് മാറി. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരാൻ തുടങ്ങി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ള സ്റ്റേറ്റായിട്ട് മാറി. യു പിയിലും വരാൻ തുടങ്ങി. യു പിയിൽ ഈ യോഗി ആദിത്യനാഥ് അതേമാതിരി തീവ്രവാദികളെല്ലാം ഉന്മൂലനം ചെയ്തപ്പോഴാണല്ലോ നമ്മുടെ ലുലുക്കാക്ക യൂസഫലിക്ക് വരെ അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. കോൺഗ്രസ് ഭരിക്കണമെന്ന് വെച്ചാൽ മൂപ്പരോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ചെയ്ത് ഏതെങ്കിലും കൊള്ളടിച്ചോണ്ട് പോകുന്നറിയാം. ഇപ്പോൾ മൂപ്പർക്ക് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് വിശ്വാസമുണ്ട്. ഗുജറാത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ 370 ആണോ 356 ആണോ രണ്ടും നമ്മൾ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ മെമ്മറി വരുന്നില്ല. ഓക്കെ, അതെടുത്ത് കളഞ്ഞപ്പോൾ കാശ്മീരിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റി. ഏത് സീ കാർഗോ കൊണ്ടുപോകാൻ പറ്റില്ല, എയർ കാർഗോ കൊണ്ടുപോകാൻ പറ്റില്ല. ബോട്ട് വഴി എത്തിയിട്ട് പിന്നെ ഇപ്പുറത്തെത്തിയിട്ട് പിന്നെ സീയിലേക്ക് റിവർ വഴി വന്നിട്ട് പിന്നെ സീയിലേക്ക് പോകണം. എയർ കാർഗോയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. റോഡ് വഴി കാർഗോ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. ട്രെയിലറുകൾ കൊണ്ടുപോകാൻ, ട്രക്കുകൾ കൊണ്ടുപോകാൻ. എന്നിട്ട് പോലും ആ റിസ്ക് എടുത്തോടെ ഇൻവെസ്റ്റ് ചെയ്തത് കാശ്മീരിൽ. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആപ്പിളുകളിലൊന്നാണ് സ്വിറ്റ്സർലൻഡിൻ്റെ ആപ്പിളും പിന്നെ കാശ്മീരിൻ്റെ ആപ്പിളുമാണ്. അത് ലോകത്തിൻ്റെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള. ഇതൊക്കെ തുടങ്ങി. അതൊക്കെ തുടങ്ങി എന്താ മാറ്റം വന്നപ്പോഴാണ് തുടങ്ങിയേ. പണ്ട് ഇതിന് തയ്യാറാവുകയെന്നോ യുവന്മാർ ഈ കുളത്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ യൂസഫലി കാരണം പൈസ മുടക്കുക, ₹1 മുടക്കുക, ₹2 കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഒരു 1.25 രൂപയെങ്കിലും കിട്ടുന്നിടത്തല്ലേ ഇയാൾ മുടക്കുള്ളൂ. അപ്പോൾ അത്രയും ധൈര്യത്തിൽ ഇപ്പം മുടക്കുന്നതെന്ന് വെച്ചാൽ ഇവരെയൊക്കെ കണ്ടിട്ടാണ്. അത് മനസ്സിലാക്കണം ആദ്യം ഇതൊക്കെ പറയുന്നത്. പിന്നെ അടുത്തത് പശ്ചിമ ബംഗാളിൽ ഇതേപോലെ ഉണ്ടായിരുന്നു തീവ്രവാദികളുടെ കേന്ദ്രം. ഇപ്പം ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരുത്തനെ എതിരെ അവൻ ED അറസ്റ്റ് ചെയ്യാമെന്നപ്പോൾ അവൻ കലാപമുണ്ടാക്കി. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അവിടുത്തെ ഹിന്ദു മതത്തിൽപ്പെട്ട സ്ത്രീകൾ മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങിയില്ല. അവർ പറഞ്ഞില്ല ഞങ്ങൾ, അതും പാവപ്പെട്ടവർ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ, ഞങ്ങളെ ലൈംഗിക അടിമകളാക്കിയിട്ട് നിരന്തരമായിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് അയാളും അയാളെ കൂട്ടാളികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഭൂമി കയ്യേറുകയാണ്, ഞങ്ങളുടെ ഞങ്ങളെ എന്നിട്ട് അവിടെ നിന്ന് തിരസ്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ കലാപം ഉണ്ടാക്കിയില്ലേ. സാധാരണക്കാരാ, പാവപ്പെട്ടവരാ.
ഇവനൊക്കെ മതത്തെ ഉപയോഗിച്ച് അവൻ മുതലുണ്ടാക്കുകയാണെന്നുള്ള തിരിച്ചറിവ് സാധാരണ മതവിശ്വാസികൾക്ക് ഇല്ലാത്തടത്തോളം കാലം ഇത്തരം ക്രിമിനലുകൾ തളച്ചു വളർന്നുകൊണ്ടിരിക്കും. അവസാനം അവൻ നിന്റെ പേരിൽ കയറും. അൻ്റെ പെണ്ണുങ്ങളടുത്തും വരുന്നേ, അൻ്റെ പെങ്ങന്മാരടുത്തും വരുന്നത്, അത് തിരിച്ചറിയണം. ഇവന്മാരൊക്കെ എന്ന് വെച്ചാൽ തുടക്കം അത്. പിന്നെ അവരുടെ ഭരണമാണെങ്കിൽ മല്ലാക്കന്മാർ പറഞ്ഞിടത്തെല്ലാം പോട്ടി വരും. താലിബാനിലതല്ലേ നടക്കുന്നത്. ഈ പിന്നെ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലുണ്ടായത്. നൂപൂർ ശർമ്മ എന്ന് പറയുന്ന BJPയുടെ ഡൽഹിയിലെ നേതാവ് ഒരു ചർച്ചയ്ക്കിടയിൽ മുഹമ്മദ് നബി 6 വയസ്സുള്ള ആയിഷയെ കല്യാണം കഴിച്ചു, 9 വയസ്സിൽ അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് അവർ ചാനൽ ചർച്ചയ്ക്കകത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞ തെറ്റാണെങ്കിൽ ഇന്ത്യയിലെ ലോകത്തെയും സകലമാന മുസ്ലിം പണ്ഡിതന്മാർക്കും തിരിച്ച് പ്രസ്താവന ഇറക്കാം. അവർ പറഞ്ഞ തെറ്റാണ്, അവർക്കെതിരെ കേസ് കൊടുക്കാം. അങ്ങനെ സാധനം ഇല്ല, ഖുറാനിലില്ല, വസ്തുതാവിരുദ്ധമാണ്. ആയിഷയെ 6 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടില്ല, ആയിഷ 9 വയസ്സിൽ ആയിഷയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കഴിഞ്ഞില്ലേ, വിഷയം കഴിഞ്ഞില്ലേ. അവരെ കേസെടുത്ത് അവർ നുണ പറഞ്ഞതിന് അവരെ പിന്നെ എടുത്താകത്തത്. പക്ഷെ ഇത് ഫാക്ട് ആയതുകൊണ്ടല്ലേ കേസ് കൊടുക്കാത്തത്. 9 വയസ്സുള്ള കുട്ടീനെ 53 വയസ്സുള്ള ആള് സെക്ഷുവലായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് പിന്നെ നൂപൂർ ശർമ്മ പറഞ്ഞത്. അതിനെന്തിനാണ് ഇപ്പോൾ ബാക്കിയുള്ള മനുഷ്യരെ കൊല്ലണേ? നൂപൂർ ശർമ്മയ്ക്കെതിരെ പ്രതിഷേധിച്ചോ? അതിൻ്റെ പേര് നാട്ടിലുള്ള ഹിന്ദുക്കളെ കൊല്ലാൻ പോയില്ലേ? മുസാഫർ നഗർ ഉത്തർപ്രദേശിൽ പള്ളിക്കൽ ജുമായ കഴിഞ്ഞപ്പോൾ, വെള്ളിയാഴ്ച ജുമായ കഴിഞ്ഞപ്പോൾ ഇവന്മാർക്കൊരു തോന്നൽ ഹിന്ദുക്കളെ കട മുഴുവൻ ആക്രമിക്കണം. അവിടെ കുറച്ച് മുസ്ലിം മെജോറിറ്റി ഏരിയ, കുറച്ച് ക്രിമിനൽ മൈൻഡുള്ള നേതാക്കന്മാരുണ്ട്. ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ബുദ്ധിയൊന്നും ഇല്ലെന്ന്. ഇവർ ഈ പിന്നെ പൈസ ഉള്ളവൻ പറയുന്നിടത്തെല്ലാം ആക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ സാധാരണക്കാരായിട്ടുള്ള ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വഭാവം. അല്ലാതെ അവർക്ക് പിന്നെ മതവിശ്വാസമൊന്നുമില്ല. അവൻ 10 രൂപ നീട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് തൊഴുത് കാല് തക്കി അവരെ എല്ലാം ആക്കി കൊടുക്കും. ഇതാണ് അവരെ രീതി. അവർ പൈസ ഇല്ല, അവരെ ബുദ്ധിമുട്ടുണ്ടാകും, അവരെ കുറ്റം പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇവൻ ഇതിനെ മുതലെടുത്ത് ഇവൻ ജുമായ കഴിഞ്ഞ് വെള്ളിയാഴ്ച പള്ളിക്ക്, ഞാൻ എൻ്റെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച പള്ളിക്ക് ജുമായ്ക്ക് ആൾക്കാർ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് മുസ്ലിങ്ങൾ, മലപ്പുറത്തൊക്കെ. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും, പിന്നെ കുറച്ച് നേരം ഒന്ന് മയങ്ങും. അത് കഴിഞ്ഞിട്ട് 4 മണിയായിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകത ഏതാണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം എല്ലാ പേരിലും ബീഫ് ഉണ്ടാവും. എൻ്റെ വീട്ടിലും ഉണ്ടാവാറുണ്ട്. രാഹുൽ ഗാന്ധി ബീഫ് കഴിക്കുന്നത് തുറന്നു പറയാം. രാഹുൽ ഗാന്ധിക്ക് മടിയുണ്ടെങ്കിലും ബീഫായിരുന്നു ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഇപ്പോൾ തന്നെ ഒപ്പമുള്ള തന്നെ പറഞ്ഞല്ലോ. എനിക്ക് ബീഫ് ഏറ്റവും ഇഷ്ടമാണ്. എനിക്ക് ബീഫ് ഇഷ്ടമാണ്, പന്നിയിറച്ചി ഇഷ്ടമാണ്, ഒക്കെയാണ്. പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ഇറച്ചിയും ഇഷ്ടമാണ്. പാമ്പും പട്ടിയും പൂച്ച അല്ലാത്ത എല്ലാ സാധനം ഞാൻ തിന്നും. പിന്നെ ഏറ്റവും ഇഷ്ടം സീ ഫുഡാണ്. പിന്നെ പച്ചക്കറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാവയ്ക്ക, മുരിങ്ങയില താളിപ്പ്, പയറുള്ള താളിപ്പ്, പയറുള്ള തോരൻ, മുരിങ്ങയില തോരൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത സാധനം മത്തൻ്റെ ഇല ഇഷ്ടമാണ്, പക്ഷെ മത്തങ്ങ ഇഷ്ടമല്ല. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുമ്പളങ്ങ വലിയ ഇഷ്ടമില്ല, അതൊക്കെ പിന്നെ സാമ്പാറിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകും. വെണ്ടയ്ക്ക് ഇഷ്ടമാണ്. അവിടെ എൻ്റെ ഇഷ്ടങ്ങളല്ല വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, ഇവർ ഈ വെള്ളിയാഴ്ച പള്ളി ജുമായ കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഹിന്ദുക്കളുടെ കടകൾ തെരഞ്ഞു പിടിച്ചത് ആക്രമിച്ചു. ആരവിടെ ഭരിക്കണമെന്നുള്ളത് ഓർമ്മ ഉണ്ടായില്ല. യോഗി ആദിത്യനാഥ് അടുത്ത ദിവസം ഇവന്മാരെല്ലാം ഡാറ്റാസ് എടുത്ത്, ഹിസ്റ്ററി എടുത്തു. അപ്പോൾ ഇവരെല്ലാം ബിൽഡിങ്ങുകളും വീടുകളും എല്ലാം നിൽക്കുന്നത് റവന്യൂ ഭൂമിയിലാണ്. കാലങ്ങളായി സമാജ്വാദി പാർട്ടിയെയും BSPയെയും കോൺഗ്രസിനെയും ഒക്കെ മുൾമുനയിൽ നിർത്തി മാഫിയ രാജിൻ്റെയും ഗുണ്ടാരാജിൻ്റെയും കേന്ദ്രമായിരുന്ന ഉത്തർപ്രദേശിലെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന ഗുണ്ടകളുടെ, അവർക്ക് ഇസ്ലാമൊന്നുമില്ല, അവർക്ക് വിശ്വാസമൊന്നുമില്ല, പടച്ചോൻ്റെ പേരിൽ നാട്ടുകാരെ പറ്റിക്കുന്ന ഈ തെമ്മാടികളുടെ കയ്യിലായിരുന്നു. ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചണ്ട് തരത്തി, മൊത്തം ഇടിച്ച് തരത്തി. എന്നിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി. 74-79 കുടുംബങ്ങൾ, പാവപ്പെട്ടവർക്ക്, വീടില്ലാത്തവർക്ക് അവിടെ ഫ്ലാറ്റിൽ താമസിക്കാൻ അവസരം കൊടുത്തു. ഇവർ കാണിച്ച അടുത്ത 3 ദിവസം എന്താ, ഇതേ നൂപൂർ ശർമ്മയുടെ ഈ പോസ്റ്റിൻ്റെ പേരിൽ രാജസ്ഥാനിലെ ഉദയപൂരിൽ കനയ്യലാൽ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ടൈലർ, ആ വീഡിയോ ഞാൻ കണ്ടതാണ്. 2 വർഷം മുമ്പ്, 2-3 വർഷമായി ആ വീഡിയോ ഞാൻ കണ്ടതാണ്. I think it was in 2021 or 22, 21 I think, or 22, I am not sure. ഒരു കുഞ്ഞു കട, അരി വാങ്ങാൻ വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന, അത്ര വലിയ നല്ല വസ്ത്രമൊന്നുമല്ല അയാൾ ധരിച്ചിട്ടുള്ള കുഞ്ഞു കട, ടൈലർ ഷോപ്പ്. അതിൽ 2 പേര് വരുന്നു. 2 മുസ്ലിം സഹോദരങ്ങളെന്ന് വരെ പറയാൻ പറ്റില്ല, മുസ്ലിം തീവ്രവാദികൾ വരുന്നു. സഹോദരങ്ങളെന്നൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ തട്ടി വിളിക്കണം. അല്ലാതെ വെറുതെ ആലങ്കാരികട്ടെങ്കിൽ എനിക്ക് പിന്നെ ഒസാമ ബിൻ ലാദൻ ഈസ് മൈ ബ്രദർ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. മറ്റവനാണെന്നേ പറയുള്ളൂ. ചത്തുപോയ ഇസ്മായിലിനെ കുറിച്ച് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ആയത്തുള്ള കൊമേനിയെ കുറിച്ച് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഫത്വ കൊടുക്കുന്ന ആളാണ്. ഒവൈസിയൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ അംഗീകരിക്കുന്നുണ്ട്. ജയിലിൽ കിടക്കുന്ന പിന്നെ ഈ അബൂബക്കർ, കോയ,
മറ്റേ റൌഫ് എന്നൊക്കെ പറയുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റേ ഗുണാണ്ടർമാരെ സഹോദരങ്ങളെന്ന് പോയിട്ട് മനുഷ്യൻ എന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അവർക്ക് യോഗ്യതയില്ല. അങ്ങനെ എൻ്റെ വായിന്ന് കേൾക്കൂല. അവനൊക്കെ അവിടെ നിന്ന് രാജ്യം ഭരിച്ചോട്ടെ. അപ്പം ഈ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ടൈലർ ഷോപ്പിൽ വന്നു. അപ്പോൾ വന്നപ്പോൾ അവർ തലയിൽ തൊപ്പിയിട്ടിട്ടുണ്ട്. ഇസ്ലാമിക വസ്ത്രധാരണ രീതിയിലാണ് അവരുടെ ആ പിന്നെ മറ്റേ മാക്സിറ്റിനാണല്ലോ വരിക, നമ്മളെ ചെമ്മണ്ണൂരിലെ ജെല്ലേഴ്സിൻ്റെ പോച്ചയിടുന്ന മാതിരി അതൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യന് വേണമെങ്കിൽ തലയിൽ തൊപ്പി ഇതൊക്കെ കാണുമ്പോൾ ഇവരെ താടിയും പിന്നെ സിമ്പിളും എല്ലാം കാണുമ്പോൾ ഇയാൾ വർഗീയവാദിയാണെങ്കിൽ ഇയാൾക്ക് പറയാം മുസ്ലിങ്ങളെ തുണി ഞാൻ ഇവിടുന്ന് തയ്ച്ചിട്ടില്ല എന്ന് പറയാം. വേണമെങ്കിൽ അയാൾക്ക് ഒഴിവാക്കിക്കൂടെ? അയാൾ പറഞ്ഞില്ല. ആ മനുഷ്യൻ സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ അളവെടുക്കുക, ശരീരത്തിൽ ടാപ്പ് വെച്ചിട്ട് അളവെടുക്കുമ്പോൾ കുടുംബം നോക്കാൻ വേണ്ടി ടൈലർ പണിയെടുക്കുന്ന ആ മനുഷ്യനെ ഇവർ രണ്ടുപേരും കൂടി മൃഗീയമായി കുത്തിയായിരുന്നു. കൂടുതൽ കഴുത്തിലും കണ്ണിലുമൊക്കെ. ആലോചിച്ച് നോക്കൂ. മുഖം പോലും വികൃതമാക്കി കളഞ്ഞു. ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യനാണ് കനയ്യലാൽ. രാജസ്ഥാൻ ഉദയപൂരിലെ കനയ്യലാൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നുണ പറയുന്നതല്ല, മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് വാസ് ഇൻ 2022. കൊന്നു കളഞ്ഞവരവർ. അമ്മാതിരി നെറികെട്ടവന്മാരാ. അതുകൊണ്ട് ഇപ്പം എന്തായാലും ശരിയായിട്ടുണ്ട്. ഓക്കെ. ഈ മാഫിയ ഇപ്പോൾ ഗുജറാത്തിൽ അവസാനിച്ചു. ഗുജറാത്തിൽ നിന്നുള്ള ഒരുപാട് പേര്, ഞാൻ ഈ സ്റ്റോറി ഒരു പിന്നെ ചാനലിനകത്ത് ഞാൻ ചെയ്തിരുന്നു 2 ദിവസം മുമ്പ്. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1 ഡേ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേജിൽ ഇടാറുള്ളൂ. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ള ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരിക്കുന്ന കമൻറ്റുകൾ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അത് കേൾക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാത്തത്. എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. ഞാൻ പിന്നെ എനിക്ക് ഇട്ടിട്ട് തന്നിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ് വർഷങ്ങളായി, 30 വർഷമായിട്ടും 40 വർഷമായിട്ടും ഗുജറാത്തിൽ താമസിക്കുന്ന ആൾക്കാർ വന്ന് ഗുജറാത്തിൽ നിന്ന് സമാധാന ഭൂമിയാണെന്നാണ് പറയണത്. ഇന്ന് 2002 കലാപത്തിന് ശേഷം ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടില്ല. ഒരു വർഗീയ കലാപം ഉണ്ടായിരുന്നല്ല, ഒരു കലാപം ഉണ്ടായിട്ടില്ല. ഗുജറാത്ത് നിക്ഷേപ സൗഹൃദ പിന്നെ സ്ഥലമായി മാറി. ഗുജറാത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJP സ്ഥാനാർത്ഥി ഭൂരിപക്ഷം നേടുന്നു, ജയിക്കുന്നു. വോട്ടിംഗ് പാറ്റേണിൽ മുസ്ലിം ഭൂരിപക്ഷ ബൂത്തുകളിൽ BJP ലീഡ് ചെയ്യുന്നു. കാരണം വെച്ചാൽ സാധാരണ മുസ്ലിങ്ങൾ പോലും ഈ ഭീകരവാദത്തിൻ്റെയും ഈ മാഫിയയുടെയും പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അതാ മനസ്സിലാക്കേണ്ടത്. അവരതിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്നത്. അവരെ പെൺകുട്ടികളെയും മല്ലാക്കന്മാർ വന്ന് പറയുമ്പോൾ അപ്പം കെട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇവനെ മതത്തുനിന്ന് പുറത്താക്കുക. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക. എന്നെ ചൊറിഞ്ഞാൽ ഔത്തർച്ചി ഇങ്ങനെ മാന്തി എടുക്കുക. ഔത്തർച്ചി മാന്തി എടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മലപ്പുറത്തെ ഭാഷയാണ്. ഉള്ളിലുള്ള സാധനം എല്ലാം പിടിച്ച് വലിച്ചു കീറിയും എടുക്കുന്നു. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നവരടുത്ത് നോക്കുക. തീവ്രവാദികളോട് പറയണേ. അല്ലാതെ സമാധാനപ്രിയരായ മതേതരവാദികളായ ഇസ്ലാം മത വിശ്വാസികളോ ആരെയും ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇനി വർഗീയവാദികളായ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ, സിക്കാരും ജനന്മാരൊന്നും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലില്ല, ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഇതിൽ ആഘോഷിക്കും വേണ്ട. നിങ്ങൾ വർഗീയത കാണിച്ചാലും ഞാൻ ഇതേമാതിരി തന്നെ പറയും. അതിൽ യാതൊരു സംശയമില്ല. വർഗീയത എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ആപത്താണ്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ 90% വർഗീയ കലാപങ്ങളുടെയും കാരണക്കാർ അവരാണ്. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ഇതിനകത്ത് എനിക്ക് കിട്ടുമോ നോക്കട്ടെ. അയ്യോ, അപ്പോഴത്തേക്ക് പിന്നെ അത് കൊള്ളായി. വേണ്ട, അതിനകത്തെ കമൻറ്റ് ഒന്നും എടുക്കണ്ട. ഇനിയിപ്പോൾ അത് നിങ്ങൾ പിന്നെ ഇവിടെ തന്നെ കമൻറ്റ് വന്നോളൂ അവന്മാരൊക്കെ. ഓക്കെ. സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റായി. പിരിയല്ലേ നമുക്ക്? ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ നാട്ടിലാണ്. നിങ്ങൾ പലരും പ്രവാസികളാണ്. നിങ്ങൾക്ക് അവിടെ സമയമായിട്ടില്ല എന്ന് എനിക്കറിയാം. ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ 1-2 പേരെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആകെ 12 പേരാണ് ലൈവിലുള്ളത്. തുടങ്ങിയപ്പോൾ 19 പേരുണ്ടായിരുന്നു. നീട്ടിപ്പടുത്തി പറഞ്ഞു പോയി.